ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ് ചാനൽ. സോ എല്ലാവരും NSCJSന്റെ തിരക്കിട്ട് പ്രിപ്പറേഷനാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരുപാട് ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ വീഡിയോസ് ആയിട്ട് കണ്ടുവരാം. ഓക്കെ, അതുപോലെ ഒളിമ്പിയാഡ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് നമ്മളെ മാത്ത് ഒളിമ്പിയാഡ് IOQM പോലെയുള്ള ഒളിമ്പിയാഡ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന NSCJS IOQM പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിസിക്സിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഗ്രാവിറ്റേഷൻ, സൗണ്ട്, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ഓക്കെ, അങ്ങനെ പ്രഷർ, ഒരുപാട് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടേഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഒരു ഒപ്റ്റിക്സിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ NSCJSന് മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, വീഡിയോ നന്നായിട്ട് കാണാം. ഞാനിവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി പിന്നെ അതിൻ്റെ ശേഷം വീഡിയോ കണ്ടു നോക്കാം, കിട്ടുന്നില്ലെങ്കിൽ മാത്രം. ഓക്കെ, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെല്ലെ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ മിറർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം രണ്ട് പ്ലെയിൻ മിറർ ഇങ്ങനെ പെർട്ടിക്കുലർ ആംഗിളിൽ വെച്ചാൽ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. സോ അതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ടു മിറേഴ്സ് ആർ കെപ്റ്റ് അറ്റ് 60 degree to each other, then the number of images formed by them is. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? നമുക്കറിയുന്നതാണ് റൈറ്റ്. 360/θ - 1. അതായത് രണ്ട് പ്ലെയിൻ മിറേഴ്സിന് തമ്മിലുള്ള ആംഗിൾ, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ അവർ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ, രണ്ടിലും കൂടി ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ 360/θ - 1 ആണ്. ഓക്കെ, 360/θ വരെ എത്രയാ? 360/θ, തീറ്റ 60 ആണ്. 360/60 - 1. 360/60, 6 - 1 = 5 ഇമേജസ് ആണ് കിട്ടുക. ഓക്കെ, നിങ്ങൾ NSCJSലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഈ 360/θ ഓഡ് നമ്പർ ആണ്. ഓക്കെ, ഓഡ് നമ്പർ ആണ്. ഇഫ് 360/θ ഈസ് ഓഡ്, ഓൾസോ ഓഡ് നമ്പർ ആവുന്നതിനോടൊപ്പം നമ്മൾ ഒബ്ജക്റ്റ് അസിമെട്രിക്കലി ആണ് പ്ലേസ് ചെയ്ത്, അതായത് രണ്ട് മിററിൻ്റെയും നടുവിലല്ലാതെ അസിമെട്രിക്കലി ഏതെങ്കിലും ഒരു മിററിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 360/θ ആയിരിക്കും നമ്മളെ ആൻസർ. ഓക്കെ, അപ്പോൾ -1 ചെയ്യണ്ട. ഓക്കെ, ഇഫ് 360/θ ഈസ് ഓഡ് ആൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അസിമെട്രിക്കലി. ഓക്കെ, ഈ ഒറ്റൊരു കേസിൽ മാത്രം 360/θ നിങ്ങൾ ചെയ്യുമ്പോൾ ഓഡ് നമ്പർ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 6 ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിലെ ഓഡ് നമ്പർ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, കൂടാതെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് അസിമെട്രിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 360/θ തന്നെയാണ് നമ്പർ ഓഫ് ഇമേജസ്. അപ്പോൾ -1 ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, NSCJSന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി. ഓക്കെ, സോ നമുക്ക് ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട് 5. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ കേസ് നിങ്ങൾ ഓർത്ത് വെക്കാം. അല്ലാത്ത ഏത് കേസ് ആയിക്കോട്ടെ, ഈവൻ നമ്പർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ണും ചിമ്മി 360/θ - 1 നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലാതെ എന്താണ് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അസിമെട്രിക്കൽ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യാം. സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഒറ്റ കേസ് അസിമെട്രിക്കൽ ആൻഡ് ഓഡ് നമ്പർ ആവണം. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോയി നോക്കാം. The distance of an object from a spherical mirror is equal to the focal length of the mirror, then image. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ നമ്മൾ ഫോക്കസിൽ ഒരു സ്ഫെറിക്കൽ മിററിൽ ഫോക്കസിലെ ഒബ്ജക്റ്റ് വെച്ചാൽ അതിന് ഇമേജ് എവിടെ ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സ്ഫെറിക്കൽ മിറേഴ്സ് ഏതൊക്കെയാടാ? കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. ഓക്കെ, കോൺവെക്സ് മിററിൽ ഫോക്കസിൽ ഇമേജ് വെച്ചാൽ എവിടെയാണ് നമുക്ക് ഇമേജ് ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജ് എവിടെ കിട്ടും? നമുക്ക് എഫിനും ഓക്കും ഇടയിലായിട്ട് വിർച്വൽ ഇറക്റ്റ് സ്മോൾ ഇമേജ് കിട്ടും. ഓക്കെ, ഇമേജ് ഫോർമേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ,
സോ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺവെക്സിനെയും കൺസിഡർ ചെയ്യണം, കോൺകേവിനെയും കൺസിഡർ ചെയ്യണം. സോ കോൺവെക്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എഫിനും ഓക്കും ഇടയിൽ വെർച്വൽ ഇമേജ് കിട്ടും. ഓക്കെ, എഫിനും ഓക്കും ഇടയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺകേവിൽ എഫിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് എവിടെ കിട്ടാം? നമുക്ക് ഇമേജേ കിട്ടില്ല, ഇൻഫിനിറ്റിയിൽ കിട്ടും എന്നാണ് പറയാം. ഓക്കെ, ഇമേജ് കിട്ടൂല, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് കിട്ടും എന്നാണ് പറയാം കോൺകേവിൻ്റെ കേസിലെ. ഓക്കെ, കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് അറ്റ് എഫിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബിറ്റ്വീൻ എഫ് ആൻഡ് ഓയിലാണ്, എഫ് ആൻഡ് ഓക്ക് ഇടയിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. ഓക്കെ, ഇമേജ് കിട്ടുക. ഓക്കെ, പിന്നെയാണെന്നുണ്ടെങ്കിൽ കോൺകേവ് അറ്റ് എഫിൽ വെച്ചാൽ നമുക്ക് അറ്റ് ഇൻഫിനിറ്റിയിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. ഓക്കെ, സോ മസ്റ്റ് ബി അറ്റ് ഇൻഫിനിറ്റി പറയാൻ പറ്റില്ല. കാരണം എന്താ, കോൺവെക്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞേ, കോൺവെക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ഓക്ക് ഇടയിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, മേ ബി അറ്റ് ഇൻഫിനിറ്റി പറയാം, റൈറ്റ്? മേ ബി ഇൻഫിനിറ്റി, കാരണം കോൺകേവിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലാണ് കിട്ടുന്നത്, കോൺവെക്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എഫിന് ഓക്ക് ഇടയിലാണ്. മേ ബി അറ്റ് ഫോക്കസ് പറയാൻ പറ്റില്ല, ഇത് പറയാൻ പറ്റില്ല. സോ നമുക്ക് ഇത് പറയാം. ഓക്കെ, മേ ബി അറ്റ് ഇൻഫിനിറ്റി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. സോ ഇമേജ് ഫോർമേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോൺവെക്സ് മിററിന്റെ കേസിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എവിടെ വെച്ചാലും എഫിനും ഓക്കും ഇടയിൽ വെർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, കോൺകേവിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇമേജ് ഫോർമേഷൻസിന്റെ പാറ്റേൺ പഠിച്ചു വെക്കണം. ഓക്കെ, എവിടെ വെച്ചാൽ എന്ത് കിട്ടും? നമ്മൾ അങ്ങോട്ട് പോകുന്തോറും ഇമേജ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും, സൈസ് കൂടും. എഫിൽ സിയിൽ വെച്ചാൽ സി തന്നെ സെയിം സൈസുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sir C.V. Raman announced the discovery of Raman effect on February 28, 1928. He received a 1930 Nobel Prize in Physics for this discovery. Raman effect is the discovery of. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഓപ്ഷൻസ് നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന്റെ കാര്യമാണ് എന്താണ് സി വി രാമൻ ഡിസ്കസ് ചെയ്തത്. ഓപ്ഷൻ ഇതാണ്. ഓക്കെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഓക്കെ, എന്താണ് സി വി രാമൻ ഡിസ്കസ് ചെയ്തത്? സി വി രാമനെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ് ഇങ്ങോട്ട് വന്നാൽ ഇതിനൊരു എനർജി ഉണ്ടാവും. സോ ഒരു മോളിക്യൂളിൽ തട്ടി സ്കാറ്റർ ചെയ്യും നമുക്കറിയാം. സോ അത് ഡിഫറെൻറ്റ് ഭാഗത്തോട്ട് സ്കാറ്റർ ചെയ്താൽ ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓഫ് എന്താണ് സ്കാറ്റർ ചെയ്ത റേസിന് മാത്രം കുറച്ച് എനർജി കുറവായിരിക്കും എന്നാണ് സി വി രാമൻ കണ്ടെത്തിയത്. അതായത് ഇപ്പോൾ ഒരു മോസ്റ്റ് ഓഫ് ഇപ്പോൾ ഇതിൽ കുറച്ച് സ്കാറ്റേർഡ് ചെയ്ത എനർജീസിൻ്റെ അല്ലെങ്കിൽ റേസിൻ്റെ ഇതിൽ ഒന്നിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ചില റേസ് മാത്രം നമ്മളെ എനർജി ഷിഫ്റ്റ് നടക്കും. ഓക്കെ, രാമൻ ഷിഫ്റ്റ് എന്ന് പറയാം. അതായത് വന്ന റേൻ്റെ അതേ എനർജി ഉണ്ടാവില്ല, കുറച്ച് എനർജി കുറഞ്ഞിട്ടുണ്ടാവും. ഇത് എല്ലാ സ്കാറ്ററിങ്ങിനും സംഭവിക്കില്ല. ഈ സ്കാറ്ററിങ്ങിനൊക്കെ നമ്മൾ റേലീസ് സ്കാറ്ററിംഗ് എന്നാ പറയാം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി വലിയ ക്ലാസ്സിലെല്ലാം കേൾക്കും. ഓക്കെ, ഇതിന് മാത്രം ഈ എനർജി കുറവുള്ള സ്കാറ്ററിങ്ങിനെ നമ്മൾ രാമൻ സ്കാറ്ററിംഗ് എന്നാ പറയാം. രാമൻ സ്കാറ്ററിംഗ്. ഓക്കെ, അദ്ദേഹമാണ് അത് ഡിസ്കവർ ചെയ്തത്. അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, രാമൻ സ്കാറ്ററിംഗ് അല്ലെങ്കിൽ ഇനിലാസ്റ്റിക്. ഓക്കെ, ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. കാരണം ആ എനർജിയിലുള്ള ഷിഫ്റ്റ് ആണ്, എനർജി കുറയുന്നുണ്ട്. ഓക്കെ, എനർജി കോൺസേർവ്ഡ് അല്ല. ഇവിടെ ആണെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയാം. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഓക്കെ, സോ ഈ എനർജിയിലുള്ള ഷിഫ്റ്റിനാണ് നമ്മൾ രാമൻ ഷിഫ്റ്റ് എന്നെല്ലാം പറയാം. ഓക്കെ, നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയേണ്ടത് സ്കാറ്ററിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സർ സി വി രാമനെ എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മളെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഇനിലാസ്റ്റിക് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, ആ എനർജിന്റെ ഷിഫ്റ്റ് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. An ant is sitting on the principal axis of a convex mirror of a focal length f at a distance 2f from the pole in front of the mirror. ഓക്കെ, അതായത് ആൻഡ് ഒരു കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, കോൺവെക്സ് മിറർ ആണ്, ശ്രദ്ധിക്കണം. കോൺവെക്സ് മിറർ ആണ്. അതിൻ്റെ 2f അതായത് സിയിൽ ഒരു ആൻഡ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആൻഡ് ചെയ്തേ മിററിലോട്ട് നടക്കാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഒരു കോൺവെക്സ് മിറർ ഉണ്ട്. ഓക്കെ, കോൺവെക്സ് മിറർ ഉണ്ട്. സോ ഇത് ഒരു ആൻഡ് സിയിൽ നിൽക്കുകയാണ്. സോ ഇയാൾ മെല്ലെ മിററിൻ്റെ അടുത്തോട്ട് നീങ്ങാൻ തുടങ്ങി. എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്, ഇയാളെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആൻഡ് ഇമേജിന് എന്ത് സംഭവിക്കുന്ന ചോദിച്ചത്. എങ്ങനെയാണ് കോൺവെക്സ് മിറർ? നിങ്ങൾ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താലോചിച്ച് നോക്കിയാൽ മതി.
നിങ്ങൾക്ക് നമ്മളെ കോൺവെക്സ് കേസിനാണെന്നുണ്ടെങ്കിൽ റിയർ വ്യൂ മിറർ ആലോചിച്ചാൽ മതി. ഓക്കെ, പ്രാക്ടിക്കൽ ക്വസ്റ്റിന് കോൺവെക്സ് മിററിൻ്റെ ഒക്കെ വന്നാലേ റിയർ വ്യൂ മിറർ ആലോചിച്ചാലേ നിങ്ങൾക്ക് വേഗം ഉത്തരം കിട്ടും. എന്താ സംഭവം? നിങ്ങൾ റിയർ വ്യൂ മിററിൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് കാണാണ്, അതാടാ അത് ചെറുതായിരിക്കും, റൈറ്റ്? അത് അടുത്തോട്ട് വരുന്തോറും മെല്ലെ മെല്ലെ വലുതായി വരും. അതായത് ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസ് കൂടും, കൂടാതെ നമ്മൾ അടുത്തോട്ട് വരും, മിററിൻ്റെ അടുത്തോട്ട് വരും. അതായത് ഈ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും ചെയ്യും. പ്രാക്ടിക്കലി അത് ചിന്തിച്ചാൽ തന്നെ ആൻസറായി ത്രൂ ഔട്ട് ഡിക്രീസസ്. അതായത് ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ സംഭവിക്കുകയെന്നാണ് ചോദിച്ചത്, ത്രൂ ഔട്ട് ഡിക്രീസസ്. കാരണം എന്താ വെച്ചാൽ ഇത് ആൻഡാണെന്ന് ചോദിച്ചോ, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഓക്കെ, സോ റിയർ വ്യൂ മിറർ ആണ്. അപ്പോൾ ഈ ആൻഡ് ഇങ്ങനെ അടുത്തോട്ട് വരുന്തോറും ഇയാൾ സൈസ് കൂടിക്കൊണ്ടിരിക്കും, ഇയാൾ ഇമേജിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും, കൂടാതെ ഇയാൾ അടുത്തോട്ട് വരും. സോ ഇൻഎഫക്റ്റീവ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോൺവെക്സ് മിറർ ആണെങ്കിൽ നമുക്ക് ഒറ്റ കേസേ ഉള്ളൂ. ആ കേസ് നിങ്ങൾ ഓർത്ത് വെക്കണം. എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും നമുക്ക് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വിർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ഇമേജ് ആയിരിക്കും കിട്ടുക. ഏത് ഇമേജ് ആയിക്കോട്ടെ, വിർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ എഫിനും മോക്കും ഇടയിലായിരിക്കും ആ ഇമേജ് കിട്ടുക. കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റ് എവിടെ വേണേൽ വെക്കാം. കോൺവെക്സ് മിററിനെ ഒറ്റ കേസേ ഉള്ളൂ. ഓക്കെ, മറന്നു പോരുത്. ഇനി വിർച്വൽ ഇമേജസ് കോൺകേവ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം എഫിനും മോക്കും ഇടയിൽ വെച്ചാൽ കോൺകേവ് മിററിൽ നമുക്ക് ഇമേജ് ഉണ്ടാകുന്നില്ല. എഫിനും മോക്കും ഇടയിൽ വെച്ചാൽ വിർച്വൽ ഇമേജ് കിട്ടും. ആ ഒറ്റ കേസ് മാത്രമേ കോൺകേവ് മിററിന് എന്തുള്ളൂ, വിർച്വൽ ഇമേജ് കേസസ് ഉള്ളൂ. അത് ഇവിടെ കിട്ടുക, അതായത് നമ്മളെ ഇപ്പുറത്ത് കിട്ടുക. ഓക്കെ, ഇപ്പുറത്ത് ഇത് കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ വിർച്വൽ ഇമേജ് ഇവിടെ കിട്ടുക. പക്ഷെ ആ വിർച്വൽ ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ആൻസർ ചെയ്യാനേ എന്ത് ചെയ്ത് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ റിയർ വ്യൂ മിറർ ആലോചിച്ചാൽ മതി, ഉത്തരമായി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ന്യൂമറിക്കലോട്ട് വരികയാണ്. ഓക്കെ, ന്യൂമറിക്കൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ലെൻസ് ഇക്വേഷന്, മിറർ ഫോർമുല കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. നമ്മളെ സൈൻ കൺവെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. A person suffering from short sight is advised to wear spectacles having concave lens of power 1.5D. ഓക്കെ, നമുക്കറിയാം ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് അയാൾക്കുള്ളത്. അതായത് മയോപ്പിയ. അടുത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റും, ദൂരെയുള്ള ഒബ്ജക്ട്സിനെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതൊരു പെർട്ടിക്കുലർ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. സോ അത് അടുത്തോട്ട് വരുന്നതോറും മറ്റ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇയാൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇയാളെ ഡിഫക്റ്റ്. നമുക്കറിയാം റെറ്റിനൻ്റെ ഫ്രണ്ടിലാണ് ഇയാളെ ഇമേജ് ഫോം ചെയ്യുക. സോ ആ എന്ത് ചെയ്യണം, നമുക്ക് ആ റേസ് ഒന്ന് ഡൈവേർജ് ചെയ്തിട്ട് കറക്റ്റ് റെറ്റിനയിൽ പതിപ്പിക്കണം. സോ ഡൈവേർജ് ചെയ്യുന്ന ആരാണ്? ഡൈവേർജ് ചെയ്യുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ്. സോ നമ്മളെ ഡിഫക്റ്റിനെ ഒഴിവാക്കാൻ യൂസ് ചെയ്യേണ്ടത് കോൺകേവ് ലെൻസ് ആണ്. അയാളെ പവറാണ് തന്നിട്ടുള്ളത് 1.25D. കാര്യം എല്ലാം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഓർത്ത് വെക്കാനുള്ള സമയമാണ്. ഇവിടെ റെറ്റിന ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരാളെ എവിടെ ഇമേജ് ഉണ്ടാവുക? ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മളൊരു കോൺകേവ് മിറർ അങ്ങ് യൂസ് ചെയ്യും. ഓക്കെ, കോൺകേവ് മിറർ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് ഡൈവേർജ് ചെയ്യും. ഇതൊരു ഡൈവേർജിങ് ലെൻസ്. സോ കറക്റ്റ് ഇവിടെ ചെന്നിട്ട് മുട്ടും റെറ്റിനയിൽ. സോ ഇയാള് പവർ എത്രയാണെന്ന് ഡിസൈൻ ചെയ്യുന്നത് നമ്മളെന്താണ്? ഡോക്ടർമാരാണ്. ഓക്കെ, സോ അത് എവിടെയാണ് നിലവിലുള്ള ഫോക്കസ് എവിടെയാണ്? സോ അതിനനുസരിച്ചാണ് ലെൻസിൻ്റെ പവർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇയാൾ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ 1.25D ആണ്. സോ 1.25 കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ് ആണ്. 1/f is equal to എത്രയാണ്? 1.25 മൈനസ് 1.25 എന്ന് എഴുതാം. ഓക്കെ, ഡയോപ്റ്റർ പവറിൻ്റെ യൂണിറ്റ് ആണ്. What is the farthest distance he can see clearly without a spectacles? Okay, അതായത് ഈ സ്പെക്ടക്കിൾസ് ഒഴിവാക്കിയാൽ ഇയാൾക്ക് എവിടെ വരെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും? ദൂരെയുള്ള ഒബ്ജക്റ്റ് നല്ല ദൂരെയാണ് കാണാൻ പറ്റില്ല, അടുത്തോട്ട് വരുന്നതോറുമാണ് ഏതൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ഇയാൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇയാളുടെ ഡിഫക്റ്റ്. സോ ലെൻസ് ചെയ്യുന്നത് എന്താ? ലെൻസ് ഇവിടെ ചെയ്യുന്നത് എന്താ? ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള ഒരാളെ കോൺകേവ് ലെൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിനെ പിടിച്ചിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാക്കുക.
എന്നുള്ളതാണ് ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള ഒരാളെ ലെൻസ് ചെയ്യുന്നത്. അതായത് ഇയാൾക്ക് ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റൂല. സോ ആ ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റി എന്ന് പിടിച്ചിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാക്കാം. ഓക്കെ, അതാണ് ലെൻസ് ചെയ്യുന്നത്. ആ കാര്യം ആലോചിച്ചാൽ ഉത്തരായി. സോ ഞാൻ പറഞ്ഞേ ഇൻഫിനിറ്റിയിലുള്ള ഒരാളെ പിടിച്ചിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാക്കാം. സോ യു എത്രയാ? യു ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് എവിടെ ഉള്ളത്? ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഒരുപാട് ദൂരമുള്ള ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, വിയോ? വി നമുക്കറിയില്ല, വി ആണ് കാണാനുള്ളത്. ഓക്കെ, വി ആണ് കാണാനുള്ളത്. ഓക്കെ, വി ഒരു നെഗറ്റീവ് സൈൻ ആയിരിക്കും, കാരണം ഇത് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇൻഫിനിറ്റി മൈനസ് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ നമ്മളത് എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യേണ്ട. 1/∞ 0 ആയിട്ട് പോകും, 1/-∞ എല്ലാം 0 തന്നെ. ഓക്കെ, സോ വി നെഗറ്റീവ് ആയിരിക്കും, അത് നമുക്കറിയില്ല. ഓക്കെ, ഇയാളെ പിടിച്ചിട്ട് എവിടെയാണ് വെക്കുന്നത്, അതാണ് വി. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. കോൺകേവ് ലെൻസ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലുള്ള ഒരാളെ പിടിച്ചിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാക്കുകയാണ്. ഓക്കെ, സോ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് വി, അതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. യു ക്യാൻ സീ ക്ലിയർലി വിത്തൗട്ട് സ്പെക്ടക്കിൾസ്. ഓക്കെ, അതാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അതാണ് ലെൻസിന്റെ ഇവിടുത്തെ എന്താണ് ഡ്യൂട്ടി. ഓക്കെ, സോ എഫ് തന്നിട്ടുണ്ട്. എഫ് എത്രയാണോ? അല്ലെങ്കിൽ 1/f തന്നിട്ടുണ്ട്. നമുക്ക് 1/f മതി. ഓക്കെ, 1/f തന്നിട്ടുണ്ട്. 1/f is equal to എത്ര? -1.25d. ഓക്കെ, സോ എന്താണ് ലെൻസിന്റെ ഇക്വേഷൻ? 1/f is equal to 1/v minus 1/u. നമുക്ക് ആരാ കാണാനുള്ളത്? v. 1/v അല്ലെങ്കിൽ v. ഓക്കെ, 1/v is equal to 1/f plus 1/u. 1/f എത്രയാ? 1.25 minus 1.25. So minus 1.25 plus 1/u എത്രയാ? ഇൻഫിനിറ്റി. സോ അത് 0 വരും. സോ നമുക്ക് കിട്ടും 1/v is equal to minus 1.25. So v is equal to 1/-1.25, അതായത് 0.8 meter, right? 0.8 meter is 0.8 meter. ഡയോപ്റ്റർ ആണ്. സോ അത് SI യൂണിറ്റ് ആണ്. നമുക്ക് കിട്ടുന്നത് 0.8 മീറ്റർ ആണ്. -0.8 ആയിരിക്കും. സോ -0.8 പറഞ്ഞാൽ സെന്റിമീറ്ററിലാണ് ആൻസേഴ്സ് എടുക്കുന്നത്, അതായത് 80 സെന്റിമീറ്റർ ആൻസർ വരും. ഓക്കെ, ഓപ്ഷൻ ഡി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നേ? ഒന്നുമില്ല, ഒരാൾക്ക് ഷോർട്ട് സൈറ്റ്നെസ്സിന്റെ മയോപ്പിയ ഉണ്ട്. സോ അയാൾ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് അയാൾ കാണുന്നത് ഇവിടെ ആയിട്ടായിരിക്കും. അയാൾക്ക് മറ്റേ കാണാൻ കഴിയില്ല, ബ്ലർഡ് ഇമേജ് ആയിരിക്കും. സോ ലെൻസ് എന്ത് ചെയ്യും? ലെൻസ് പിടിച്ചിട്ട് ഡൈവേർജ് ചെയ്തിട്ട് കറക്റ്റ് റെറ്റിനയിൽ കൊണ്ടുപോയിട്ട് നിർത്തിക്കും. ഓക്കെ, അതാണ് ലെൻസിന്റെ ഡ്യൂട്ടി ഇവിടുത്തെ. സോ ഞാൻ പറഞ്ഞേ ലെൻസിന്റെ അവിടുത്തെ ഡ്യൂട്ടി കൺവേർജ് ചെയ്തിട്ട് കറക്റ്റ് റെറ്റിനയിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. സോ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. u is equal to ഇൻഫിനിറ്റി ആണ്. v എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ കാണാൻ പറ്റുന്നത് അവിടെയാണ് കൊണ്ടുപോയി നിർത്തുന്നത്, അതാണ് v. അതാണ് നമ്മോട് ചോദിച്ചത്, ലെൻസ് ഇല്ലാതെ എവിടെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ എഫ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പവർ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എഫ് കാണാവുന്നതാണ്. ഓക്കെ, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പരിപാടി കഴിഞ്ഞ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസിന്റെ കേസിലാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, മിററിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, 1/f is equal to 1/v plus 1/u. ഓക്കെ, യെസ്. പിന്നെ മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ ലെൻസിന്റെ കേസിൽ v/u, മിററിന്റെ കേസിലാണെങ്കിൽ -v/u. ഓക്കെ, മറന്നു പോരുത്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഇല്ല. ഓക്കെ, വൈസ് വേഴ്സ ആലോചിച്ചാൽ മതി. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഇല്ല, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഇല്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ഈ ഫോർമുലാസ് എല്ലാം ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞു ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഒരു ഇമാജിൻ ചെയ്തിട്ട് വേണം ഒപ്റ്റിക്സിലെ പ്രോബ്ലംസ് ചെയ്യാനേ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ, 80 സെന്റിമീറ്റർ നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ തിൻ ഗ്ലാസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഓക്കെ, ലെൻസ് ഹാസ് ഒപ്റ്റിക്കൽ പവർ ഓഫ് -5d ഇൻ എയർ. അതായത് ഒരു ലെൻസ് ഉണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഓക്കെ, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. പവർ എന്നുണ്ട് -5 ഡയോപ്റ്റർ, അതായത് എയറിലാണ്. ഓക്കെ, ഇറ്റ്സ് ഒപ്റ്റിക്കൽ പവർ ഇൻ ലിക്വിഡ് മീഡിയം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 വിൽ ബി. അതായത് എയറിൽ ഒരു ഗ്ലാസ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ -5d ആണ്. ഇനി അതിനെ പിടിച്ചിട്ട് വെള്ളത്തിലിട്ടാൽ അതിന്റെ പവർ എത്രയായിരിക്കും?
അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പവർ എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒപ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താടാ? 1/f is equal to refractive index of lens divided by refractive index of medium minus 1 into 1/r1 minus 1/r2. ഓക്കെ, അതായത് നമുക്ക് ഒരു ലെൻസ് ഉണ്ട്, ഇതിൻ്റെ റേഡിയസ് ഒക്കെ വെച്ചിട്ട്, അതായത് ഇത് എവിടെ നിന്നാണ് മുറിച്ചെടുത്തത് ആ റേഡിയസ്. ഓക്കെ, ഇത് R1. ഓക്കെ, ഇത് ഇവിടുന്ന് തുടങ്ങി. ഓക്കെ, അതുപോലെ ഇവിടുന്ന് R2. ഓക്കെ, എവിടെ നിന്നാണ് മുറിച്ചെടുത്ത് അതിൻ്റെ റേഡിയസ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇയാളുടെ N1, ഇയാളുടെ N2. ഓക്കെ, സോ N1 N2 നമ്മൾ റേ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഞാൻ ഇത് ഒന്നാക്കി എടുത്താണ്. ഓക്കെ, റേ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ലൈറ്റ് റേ വരുന്നേ എങ്ങനെയാണെങ്കിൽ R1 പോസിറ്റീവ് ആയിരിക്കും, R2 നെഗറ്റീവ് ആയിരിക്കും. ആ കാര്യമെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കണം, സൈൻ കൺവെൻഷൻ. ഓക്കെ, അത് റേൻ്റെ അതേ ഡയറക്ഷനിലുള്ള കാര്യങ്ങളെല്ലാം, അതേ ഡയറക്ഷനിലുള്ള മെഷർമെന്റ്സ് എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിരിക്കും. സോ R1 പോസിറ്റീവ് ആയിരിക്കും, R2 നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടുന്നാണ് നമ്മൾ ഈ ഇക്വേഷൻസ് എടുത്തത്. ഓക്കെ, മറന്നു പോരുത്. ഇനി ഇത് സെയിം മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? N1 ഒറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സേ ഉള്ളൂ. ഇത് ഏത് മീഡിയത്തിലാണ് കിടക്കുന്നത് അതിനെ നമ്മൾ NM എന്ന് പറയും. ഓക്കെ, NL റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടത് -5d പവർ ഉണ്ട്, അതായത് 1/f -5 ആണ്. എപ്പോൾ ഇയാൾ എയർ മീഡിയം ആകുമ്പോൾ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 1. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1.5, നമുക്ക് 3/2 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇവിടെ 1/r1 തന്നിട്ടില്ല, 1/r2 തന്നിട്ടില്ല. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇയാളെയാണ് കണ്ടുപിടിച്ചിട്ട് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇയാൾ നമ്മളോട് ചോദിച്ചത് എന്താ? നമ്മളോട് ചോദിച്ചത് ഇയാൾക്ക് പകരം ഈ മീഡിയം എയറിന് പകരം ഗ്ലാസ്സിലിട്ടാൽ ആ പവർ എത്രയാണെന്ന് ചോദിച്ചത്. അതിന് നമുക്ക് 1/r1 - 1/r2 ഇവിടുന്ന് എടുത്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഓക്കെ, ഇവിടെ ഒരു -1 കൂടി ഉണ്ട്. ഓക്കെ, സോ 1/r1 - 1/r2 എത്ര വരും? 3/2 - 1 എത്ര വരും? 1.5 - 1 എത്ര വരും? 1 ആൻസർ വരും. 0.5 ആൻസർ വരും. സോ -5/0.5 -10 ആൻസർ വരും. ഓക്കെ, -10 is equal to 1/r1 - 1/r2. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. 3/2 എന്ന് പറഞ്ഞാൽ 1.5, 1.5 - 1 0.5. സോ -5/0.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ഓക്കെ, -5/0.5 10. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് പവർ ആണ്. പവർ പറഞ്ഞാൽ 1/f ആണ്. സോ നമുക്ക് കാര്യങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ലെൻസ് ഈ മീഡിയത്തിന് പകരം നേരത്തെ എയർ ആയിരുന്നു, പകരം ഒരു വെള്ളത്തിലിട്ട്, റൈറ്റ്, ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, വെള്ളമല്ല, സം ലിക്വിഡിലിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറൂല, 3/2. ഓക്കെ, പിന്നെയോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 തന്നിട്ടുണ്ട്. 1.6 പറഞ്ഞാൽ 16/10 നമുക്ക് എന്ത് ചെയ്താം? 8/5 എന്ന് എഴുതാം. ഓക്കെ, 8/5 എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഇത് എഴുതുന്നതാണ്. ബാക്കി 1/r1 - 1/r2 ആണ്. അത് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. -10 ആണ് കണ്ടെത്തിയിട്ടുള്ളത്, -10. ഓക്കെ, ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, ഇവിടെ ഒരു -1 കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയി. ഓക്കെ, 3/2 സോ 15/16, റൈറ്റ്, 15/16. 3 × 5 15 divided by 16 - 1 15/16 -1 into 10. ഓക്കെ, ഇതാണ് നമ്മളെ പവർ വരിക. ആൻസർ എത്ര വരിക? -1/16 -1/16. ഓക്കെ, -1/16 into 10. സോ 10/16. ഓക്കെ, 10/16 ആൻസർ വരും. 10/16 ആൻസർ വരും. ഇതാണ് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പവർ. ഓക്കെ, പവർ ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ ഇട്ടാലേ അയാളുടെ പവർ കാണാൻ എങ്ങനെയാണ്? N/f ആണ്. ഓക്കെ, 1/f അല്ല, N/f ആണ്. ഇത് എയറിലാണെങ്കിൽ നമുക്ക് 1/f ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പെർട്ടിക്കുലർ മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് 1.6 തന്നിട്ടുണ്ട്. സോ 1.6 ഡിവൈഡഡ് ബൈ 1/f നമുക്ക് ഓൾറെഡി നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 1/f നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്.
1/f നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, 1.6 ഇൻറ്റു -10/16. ഓക്കെ, സോ ആൻസർ വരും -1 ഡയോപ്റ്റർ. -1 ഡയോപ്റ്റർ. ഓക്കെ, ഓപ്ഷൻ ഏതാ? യെസ്, ഓപ്ഷൻ ഡി നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ഒന്നും കൂടി പറയാം. ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ് ലെൻസ് ഉണ്ട്, എൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.5. അത് നിലവിൽ എയറിലാണ് വെച്ചിട്ടുള്ളത്. സോ അയാളെ പവർ നമുക്ക് തന്നിട്ടുണ്ട് -5D. അത് നമ്മളിവിടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിൽ R1 R2 NL NM എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആണ്. അത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് മീഡിയം ആണ്. ഇവിടെ എയർ ആയതുകൊണ്ട് നമ്മൾ 1 എടുത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1.5, അല്ലെങ്കിൽ ഞാൻ 3/2 എന്ന് എഴുതി. -1 × 1/R1 - 1/R2 is equal to -5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/R1 - 1/R2 -10 എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ചോദ്യം എന്താ? ചോദ്യം അതല്ല. ചോദ്യം ചോദിച്ചത് അത് ഈ സെയിം ലെൻസ് 1.6 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ മുക്കി വെച്ചാൽ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എത്രയായിരിക്കും അതിന്റെ പവർ എന്നാണ് ചോദിച്ചത്. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. n/f ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം ഡിവൈഡ് ബൈ 1/f. ഓക്കെ, 1/f കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലെൻസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. അത് നമുക്ക് 1.6 തന്നിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് മാറ്റി എഴുതിയതാണ്. ഓക്കെ, 8/5 എന്ന് എഴുതിയാൽ 1.6ന് പകരം 8/5 എന്ന് എഴുതി. ഓക്കെ, -1 × -10. ഓക്കെ, ഈ -10 കിട്ടിയത് ഇവിടെ നിന്നാണ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കിട്ടി. -10/16 ചെയ്ത് ഞാൻ പറഞ്ഞ് പവർ കാണുന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു n/f ആണ്. എയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/f ചെയ്യാം. പെർട്ടിക്കുലർ മീഡിയം ആണെങ്കിൽ n/f ആണ്. സോ n എന്ന് പറഞ്ഞാൽ 1.6 ആണ് ഇൻറ്റു 10/16. ഓക്കെ, സോ 10 × 1.6 16. 16/16 എത്രയാ? 1 നെഗറ്റീവ് ഉണ്ട്, -1 ഡയോപ്റ്റർ. ഓക്കെ, -1 ഡയോപ്റ്റർ. ഓക്കെ, യെസ്, നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. 2 പ്ലെയിൻ മിറേഴ്സ് OA ആൻഡ് OB ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ഇവിടെ ഒരു തീറ്റ ഉണ്ട്, 2 ആംഗിൾ. ഓക്കെ, ഇത് തീറ്റ ആംഗിൾ ഇയാൾ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. A ray of light is incident parallel to B. Okay, കാണിച്ചിട്ടുണ്ട്. To the mirror, strikes the mirror OA at a point P. Okay, it gets reflected from mirror OA and then reflected from the mirror OB. Okay, തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വന്നിട്ട് ഇനി റിഫ്ലക്ഷൻ നടക്കുകയാണ്, കാരണം ഇത് പ്ലെയിൻ മിറർ ആണ്. റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, പാരലൽ ടു OA. ഇത് കഴിഞ്ഞിട്ട് ഈ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പാരലൽ ആയിട്ടാണ് ഇയാൾ പോകുന്നത്. ഓക്കെ, നമുക്ക് മാറ്റി വരച്ച് നോക്കാം. മാറ്റി വരച്ച് നോക്കിയാൽ പരിപാടി കഴിഞ്ഞ്. ഇങ്ങനെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഓക്കെ, 2 പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്. നമുക്ക് 2 പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്. നമ്മളെ റേ വരുന്നത് ഇങ്ങോട്ട് ഒരു റേ വരുന്നു. ശേഷം ഇത് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ശേഷം ഇത് പാരലായിട്ട് അതായത് ഇയാൾക്ക് പാരലായിട്ട് റേ പോവാന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ടെവർ. ഓക്കെ, നമുക്ക് ഇത് തീറ്റ തന്നിട്ടുണ്ട്, ഇയാളെ തീറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് തീറ്റ തന്നിട്ടുണ്ട്. പിന്നെയോ ഇത് തീറ്റയാണെന്നെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. കാരണം എന്താ, ഇതും പാരലല്ല. സോ ഇത് തീറ്റ ആയിരിക്കും. കൂടാതെ ഇവർ രണ്ടാളും പാരലാന്ന് പറഞ്ഞിട്ട് സോ ഇയാളും തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്താലേ ഇതിന് ആൻസർ ആയി. ഓക്കെ, തീറ്റ എത്രയാണെന്ന ചോദ്യം. ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ ഒരു നോർമൽ വരച്ച്. സോ നോർമൽ വരച്ചാൽ നമുക്കറിയാം ഇത്. സോ ഇവിടെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇത് I ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ. ഓക്കെ, ഇത് I ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. സോ ഇത് രണ്ടും സെയിം ആണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചാണ്. ഓക്കെ, I is equal to R. സോ ഇതും I ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇത് ടോട്ടൽ 90 ആവും. ഈ ഒരു ആംഗിൾ ടോട്ടൽ 90 ആണ്. ഇതിൽ തീറ്റ, ഇത് I. സോ ഇത് I ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇതും ടോട്ടൽ 90 ആണ്. സോ ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, പരിപാടി കഴിഞ്ഞ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാ? ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ ഇത് നമുക്ക് 180 - 2 തീറ്റ എന്ന് എഴുതാം. ഓക്കെ, 180 - 2 തീറ്റ എന്ന് എഴുതാം. ഇനി നോക്കേ, ലോ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ലോ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഞാൻ ഇതിനെന്ത് വിളിച്ചേ? സം ആംഗിൾ. ഓക്കെ, ഞാനൊരു X എന്ന് വിളിച്ചേ. ഇതാണ് X. സോ ഇത് എത്ര ആയിരിക്കും? ഇതും X ആയിരിക്കും.
കാരണം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് എക്സ് ആയിരിക്കും. ഇത് നോക്കി, ഇത് നേരത്തെ അതുപോലെ ഇത് ടോട്ടൽ 90 ആണ്. സോ എക്സ് തീറ്റ ആണ്, ഇത് ടോട്ടൽ 90 ആണ്, ഇത് എക്സ് ആണ്. സോ ഇതും തീറ്റ ആയിരിക്കും. സോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 180 മൈനസ് 2 തീറ്റ. നമ്മൾ ട്രയാങ്കിളിനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി ഇവിടെ നമുക്ക് ഇവിടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് തീറ്റ ആണെന്ന് കിട്ടി. അതായത് 180 മൈനസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ. അതായത് 180 ഇസ് ഈക്വൽ ടു 3 തീറ്റ. സോ തീറ്റ ഇസ് ഈക്വൽ ടു 180/3 വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, കാൽക്കുലേഷൻ ഒന്നും തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ആൻസർ ആയി 60 ഡിഗ്രി. ഓപ്ഷൻ ബി കറക്റ്റാണ്. ഓക്കെ, ചെയ്തൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു ആര് തന്നിട്ടുണ്ട്, ഒരു മിറർ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു മിറർ തന്നിട്ടുണ്ട്. ഇയാൾ റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്, റിഫ്ലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നത് ഈ റേയും പാരലാന്നാ പറഞ്ഞത്. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്ത് ലോ ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്ത് നമുക്കറിയാം ഇത് തീറ്റയാണ് കാരണം ഇത് പാരലാണ്, ഇത് തീറ്റയാണ് കാരണം ഈ റേയും പാരലാണ്. സോ അത് തീറ്റ ആയിരിക്കും. ഈ മിററും പാരലാണ്. സോ ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ലോ ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോർമൽ വരച്ച് ഇത് ഞാനൊരു ആംഗിൾ വിളിച്ച് ഐ എന്ന് വിളിച്ച്. ഓക്കെ, സോ ഇത് ടോട്ടൽ 90 ആണ്, ഇവിടെ തീറ്റ ഐ. ഓക്കെ, അതുപോലെ ഇതെന്തായിരിക്കും, ഐ ആയിരിക്കും കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഇത് ടോട്ടൽ 90 ആണ്, ഇവിടെ ഐ തീറ്റ, ഇവിടെ ഐ ആണെന്നുണ്ടെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. ശേഷം ഞാൻ ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ, ഇൻസൈഡിലെ ടോട്ടൽ ആംഗിൾ 180 ആണെന്നുള്ള സാധനം വെച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇത് എത്രയായിരിക്കും, 180 മൈനസ് 2 തീറ്റ ആയിരിക്കും. ഓക്കെ, നേരത്തെ അതുപോലെ ഇവിടെ ഞാൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്തേ. സോ ഇവിടെ എന്ത് കിട്ടും, സം ആംഗിൾ ഞാൻ എക്സ് നേരത്തെ വിളിച്ച് എക്സ് എടുത്ത്, ഇവിടെയും എക്സ് എടുത്ത്. സോ ഇത് എക്സ് തീറ്റയാണ്, ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ, ഇത് തീറ്റ ആയിരിക്കും. സോ 180 മൈനസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ നമുക്ക് കിട്ടി. നമ്മളത് സോൾവ് ചെയ്തേ, ആൻസർ ആയി. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി ജസ്റ്റ് എന്താണ് കുറച്ച് ലോജിക്കും ഒരു മെന്റൽ എബിലിറ്റി പോലെയാണ്. ഓക്കെ, ഈസി ക്വസ്റ്റൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് f and diameter d is very less than f is kept horizontally and filled with water. Rays of light parallel to the mirror axis are incident on it. After reflected, the rays will focus to. Okay, നല്ലൊരു പ്രോബ്ലം ആണ്. ഓക്കെ, എന്നിട്ട് ഒരു മിറർ ഉണ്ട്, റൈറ്റ്? ഒരു കോൺകേവ് മിറർ ഉണ്ട്. കോൺകേവ് മിറർ ഉണ്ട്, നമുക്കറിയാം ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കോൺകേവ് ആണ്, നമുക്കറിയുന്നതാണ്. ഓക്കെ, ശേഷം എന്ത് ചെയ്തേ, ഇതിൽ വെള്ളം നിറച്ച് എന്ത് സംഭവിക്കും, ഇതൊരു ലെൻസായിട്ട് ആക്ട് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/4 ഉള്ള ലെൻസ്. ഓക്കെ, n വാട്ടർ ഇസ് ഈക്വൽ ടു 4/3. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 4/3. ഓക്കെ, n 4/3 ഉള്ള ഒരു ലെൻസായിട്ട് ഇയാൾ ആക്ട് ചെയ്യും. വെള്ളം നിറച്ചാൽ നമ്മളൊരു കോൺകേവ് മിറർ എടുത്ത്, സോ അതിന് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ട് ഉള്ളിൽ. ഓക്കെ, ഉള്ളിൽ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ട്, നമ്മൾ ആ ഭാഗത്ത് വെള്ളം ഒഴിച്ച്. സോ ഇതെന്തായി, ഒരു ലെൻസായി പ്ലസ് ഒരു എന്ത് ചെയ്ത് അവിടെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസും കിട്ടി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം എന്താടാ, ചോദ്യം ചോദിച്ചത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ റേസ് വിൽ ഫോക്കസ് ക്ലോസ് ടു. അതായത് ഈ കമ്പൈൻ ചെയ്ത ഈ ലെൻസും മിററും കൂടി കമ്പൈൻ ചെയ്ത ആളെ ഫോക്കൽ ലെങ്ത് ആണ് ചോദിച്ചത്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, പവർ ഇസ് ഈക്വൽ ടു ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ കോമ്പിനേഷൻ പവർ എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി പവറിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. രണ്ടാളിതുമല്ല, ഇവിടെ നമുക്ക് 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ലൈറ്റ് റേ ഇവിടുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ റിഫ്രാക്ഷൻ നടക്കും, ഇവിടെ ഒരു റിഫ്ലക്ഷൻ നടക്കും, ഇവിടെ വീണ്ടും ഒരു റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ, സോ 2 റിഫ്രാക്ഷൻ, അതായത് ലെൻസിന് നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്, മിററിന് 1 പ്രാവശ്യം യൂസ് ചെയ്യാം. സോ പവർ നമുക്ക് എങ്ങനെ എഴുതാം, 2PL. അതായത് ലെൻസിന് നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്, 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു. സോ 2PL പ്ലസ് P മിറർ. ഓക്കെ, ഏത് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പവറിനെ എങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളതാണ്, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കാം, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് എത്ര റിഫ്ലക്ഷൻ ഉണ്ട്, എത്ര റിഫ്ലക്ഷൻ ഉണ്ട് നോക്കാം. സോ ടോട്ടൽ പവർ ഇസ് ഈക്വൽ ടു, ഇവിടെ 2 റിഫ്രാക്ഷൻ ഉണ്ട്. സോ 2 ഇൻറ്റു ലെൻസ്, പവർ ഓഫ് ലെൻസ് പ്ലസ് മിററിലാണ് ഒറ്റ റിഫ്ലക്ഷൻ നടക്കുന്നത്, ഞാൻ PM എന്ന് എഴുതി. ഓക്കെ, നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. സോ നമുക്ക് ഫോക്കൽ ലെങ്ത്തിന്റെ ടേംസിലോട്ട് മാറ്റാം. P ഇക്വലൻസ് എന്നൊക്കെ വിളിക്കാം, റൈറ്റ്? കാരണം ടോട്ടൽ ആണ്. സോ F ഇക്വലൻസ് അതാണ് നമുക്ക് വേണ്ടത്, ഇയാളാണ് നമുക്ക് വേണ്ടത്. 2 ഡിവൈഡഡ് ബൈ P ലെൻസ് എന്ന് പറഞ്ഞാൽ 1/F ലെൻസ് പ്ലസ് P മിറർ എന്ന് പറഞ്ഞാൽ 1/F മിറർ. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സമയമായി.
substitute ചെയ്യാൻ സമയം is kept horizontal and filled with water. Rays of light parallel to the mirror axis. Okay, നമുക്ക് എന്തറിയാം? എഫ് മിറർ അറിയാം. എഫ് മിററെ എഫ് ആണ് തന്നിട്ടുണ്ട്. എഫ് മിററെ എഫ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് മിറർ എഫ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷേ എഫ് ലെൻസ് അറിയില്ല. ഇതൊരു പ്രശ്നമാണ്. സോ നമ്മൾ എഫ് ലെൻസ് കാണണം. അതിന് നമുക്ക് ആര് യൂസ് ചെയ്യണം? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, സോ 1/f lens is equal to 1/f lens is equal to n lens divided by n medium minus 1 into 1/r1 minus 1/r2. ഓക്കെ, ഇവിടെ നമ്മൾ ലെൻസ് മേക്കേഴ്സിന്റെ ഫോർമുല ശരിക്കും അപ്ലൈ ചെയ്ത് നമുക്ക് കാണാം. നോക്കിക്കോ, ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ പറഞ്ഞത് ഇത് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലെൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ 4/3. മീഡിയം എന്ന് പറഞ്ഞാൽ എയർ എന്നാണ്, റൈറ്റ്? എയർ എന്നാണ് ഈ റേ വരുന്നത്. സോ 4/3/1 4/3 തന്നെ എഴുതാം. ഓക്കെ, നമുക്ക് സ്റ്റെപ്സ് കൂട്ടണ്ട. 4/3 - 1. ഓക്കെ, ഇൻറ്റു 1/r1 - 1/r2. r1 എത്രയുടെ ഇവിടെ? നോക്കി, ഇവിടെ പ്ലെയിൻ മിറർ ആണ്. സോറി, പ്ലെയിൻ ആണ്, റൈറ്റ്? മിറർ അല്ല, പ്ലെയിൻ ആണ്. പ്ലെയിൻ ലെൻസിന് പിന്നെയാണിത് കോൺകേവ് സർഫസിലോട്ട് മാറ്റുന്നത്. സോ ഇയാൾ റേഡിയസ് ഒക്കെ വെച്ചിട്ട് വെച്ചാൽ നമുക്ക് വരക്കാൻ കഴിയില്ല, ഇൻഫിനിറ്റി ആണ്. സോ 1/r1 എത്രയാ? 1/∞. 1/∞ മൈനസ് 1/r2 എത്രയാ? 1/r2 2f ആണ്, റൈറ്റ്? ഈ മിററിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ c is equal to 2f ആണ്. ഓക്കെ, 2f ആണ്, മൈനസ് 2f ആയിരിക്കും, റൈറ്റ്? റേ അങ്ങോട്ടാണ് പോകുന്നത്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങോട്ടാണ്, മറക്കരുത്. സോ ഇതിൽ സൈൻ കൺവെൻഷൻ ഒക്കെ എടുക്കുന്നത് തെറ്റിയാലേ നിങ്ങളെ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, മൈനസ് 2f. ഓക്കെ, സോ ആ മൈനസും പോയിട്ട് ഇവിടെ പ്ലസ് ആവും. ഓക്കെ, ഇനി കിട്ടി. സോ 1/f is equal to, അതും കൂടെ മാറ്റി എഴുതാൻ നമുക്ക് കിട്ടും. 1/f is equal to 4/3. സോ 4 - 3 1/3 into 1/2f 1/6f ആൻസർ വരും. 1/6f ആൻസർ വരും. ഓക്കെ, 1/4 എന്താണ്? 1/f ലെൻസ് is equal to 1/6f. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും 1/∞ = 0. സോ 1/2f 4/3 മൈനസ് എന്ന് പറഞ്ഞാൽ 1/3. സോ 1/3 into 1/2f 1/6f. ഓക്കെ, ഇനി ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/f equivalence is equal to 2/fl. ഓക്കെ, വേറെ കളർ ആക്കാം അല്ലെങ്കിൽ ഓക്കെ. 1/f equivalence is equal to 1/fl എത്രയാണെന്നുള്ളത് 1/6f. സോ നമുക്ക് 2/fl ആണ്. 2 into 1/fl എത്രയാ? 1/6f. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. 1/fm നമുക്ക് 1/f ആണ്. ഓക്കെ, കണ്ടു നോക്കേ. 1/3f plus 1/f 1/3f plus 1/3f plus 1/f. Okay, so 4/3f, right? 4/3f. ഇതെന്താണ്? ഇത് 1/f equivalence ആണ് നമ്മളോട് ചോദിച്ചത്. എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്, f ആണ് ചോദിച്ചത്. സോ f equivalence is equal to 3/4f, right? 3/4f 3f/4. Okay, f equivalence is equal to 3/4f. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, 3/4f പറഞ്ഞാൽ 0.75. ക്ലിയർ? ഒന്നുമില്ല. ഒരു എന്താണ് കോൺകേവ് മിറർ ഉണ്ട്, അതിലോട്ട് നമ്മൾ വെള്ളം നിറച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇതെന്തായി? ഇവിടെ ഒരു ലെൻസ് പോലെ ആക്ട് ചെയ്യും, അവിടെ ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. സോ 2 റിഫ്രാക്ഷൻ 1 റിഫ്ലക്ഷൻ, അങ്ങനെയാണെങ്കിൽ പവർ എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് ഈ ലോജിക്ക് അപ്ലൈ ചെയ്യാം, ഉത്തരം കിട്ടും. ഓക്കെ, സോ P equivalence എന്ന് പറഞ്ഞാൽ 2 റിഫ്രാക്ഷൻ, സോ 2PL പ്ലസ് 1 റിഫ്ലക്ഷൻ PM. ഓക്കെ, പവർ. ഓക്കെ, നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. ഞാൻ ഫോക്കൽ ലെങ്തിന്റെ ടേംസിലോട്ട് ആക്കി. 1/f equivalence equal to 2/fl plus 1/fm. ഓക്കെ, fm നമുക്ക് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഓഫ് മിററെ ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷേ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് നമുക്കറിയില്ല. അതിന് നമ്മൾ ആരെ യൂസ് ചെയ്തേ? മിറർ ലെൻസ് മേക്കേഴ്സ് ഫോർമുല യൂസ് ചെയ്തേ. NL divided by NM minus 1 into 1/r1 minus 1/r2. മുന്നത്തെ പ്രോബ്ലത്തിലെല്ലാം ചെയ്താണ്. ഓക്കെ, സോ ലിക്വിഡ് ഞാൻ പറഞ്ഞ് ഇത് വാട്ടർ ആണ്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണ്. 4/3 ഡിവൈഡഡ് ബൈ
മീഡിയം ഇവിടെ എയർ ആണ്, സോ 1 ആണ്. 4/3 ഡിവൈഡ് ബൈ 1 4/3. 4/3 മൈനസ് 1 ഇൻറ്റു 1/ഇൻഫിനിറ്റി, കാരണം ഇത് പ്ലെയിൻ ആണ്, സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി ആണ്. പ്ലസ് 1/2f. 2f പറഞ്ഞാൽ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് f ആണ്, സോ അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ 2f. c is equal to 2f ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ ആൻസർ? നമുക്ക് 1/f is equal to 1/6f ആയി. ഓക്കെ, ബാക്കി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഞാനിവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1/f equivalence equal to 4/3f എന്ന് തന്നെ നമുക്ക് f equivalence ആണ് വേണ്ടത്. സോ 3f/4 which is equal to 0.75f. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നേ? ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഈ രീതി ചെയ്യാവുന്നതാണ്. ടോട്ടൽ പവർ ഇസ് ഈക്വൽ ടു എത്ര റിഫ്രാക്ഷൻ ആണോ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് ഫോമുല പഠിച്ച്, മിററിൻ്റെ ഫോമുല പഠിച്ച്, ലെൻസിൻ്റെ ഇക്വേഷൻ പഠിച്ച്, ഓക്കെ, മാഗ്നിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് ഓർത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കടാ, ഈസി ക്വസ്റ്റ്യൻ. White light from a distant extended source is incident on a convex lens. Its image is seen on a screen kept at the focal plane of the lens. Okay, the top half of the lens is covered with a green filter and the bottom half of the lens is with a red filter. ഒന്നില്ല, കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഇതിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്ത് ഗ്രീൻ ആക്കി. ഓക്കെ, താഴെ എന്താക്കി? റെഡ് ആക്കി. ഓക്കെ, സോ നമുക്കറിയാം റേസ് വരും, റേസ് ഇൻഫിനിറ്റിന്ന് കുറേ റേസ് വരും. ഓക്കെ, കുറേ റേസ് വന്നാൽ എന്ത് സംഭവിക്കും? പകുതി റൈസ് ഗ്രീനിലൂടെ പോകും, പകുതി റൈസ് റെഡിലൂടെ പോകും. സോ 2 റൈസ് റെഡിൽ നിന്ന് വന്നാൽ 2 റൈസ് ഗ്രീനിൽ നിന്നും വരും. സോ ഗ്രീൻ പ്ലസ് റെഡ് നിങ്ങൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിലൊക്കെ പഠിച്ചാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് കളർ ഡിസ്ക് കുറേ കാര്യങ്ങൾ പഠിച്ചാണ്, റൈറ്റ്? ഓക്കെ, അതിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഗ്രീനും റെഡും ഒരു പ്രൈമറി കളറാണ്. സോ ഗ്രീനും റെഡും കൂടി ചേർന്നാൽ എന്തുണ്ടാവും? യെല്ലോ ഉണ്ടാവും. ഓക്കെ, യെല്ലോ ആയിട്ട് മാറും. ഉത്തരം ഏതാ? ദ ഇമേജ് വിൽ ബി യെല്ലോ. ഈസി ക്വസ്റ്റ്യൻ ആണ്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഓഫ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ എഫിനും 2fനും ഇടയിൽ എന്താണ് ഒരു ഒബ്ജക്റ്റ് വെച്ച്. ഓക്കെ, പോയിന്റ് സോഴ്സ് ഓൺ ദ അതർ സൈഡ് വെരി ഫാർ ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് perpendicular to its principal axis as the screen brought to closer towards lens. ഈസി ക്വസ്റ്റ്യൻ, ഒന്നുമില്ല. കോൺകേവ് ലെൻസ് ആണ്, ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം ഇതിന് റേസ് എന്താ സംഭവിക്കുക? റേസ് വന്നാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് പോകും. ഓക്കെ, കോൺകേവ് ലെൻസ് ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. ഓക്കെ, എത്ര റേസ് വന്നാലും ഡൈവേർജ് ചെയ്ത് പോകും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിരുന്നു ദൂരെ, എന്നിട്ട് ഇത് അടുത്തോട്ട് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ പതിക്കുന്ന ഇൻറ്റൻസിറ്റിക്ക് എന്താ സംഭവിക്കാം? ഇത് അടുത്തോട്ട് വരുന്നതോറും നമുക്ക് കാണാൻ പറ്റും ഈ ഇൻറ്റൻസിറ്റി, ഇതിലെ സ്ക്രീനിൽ പതിക്കുന്ന ലൈറ്റ് റേസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഒന്നുമില്ല, കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് ആണെന്ന് അറിയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇസ് ഇൻസിഡന്റ് അറ്റ് I is equal to 50 degree on face of an equilateral prism. The angle of emergence is 40 degree. Okay, ഏതെന്നുള്ള ക്വസ്റ്റ്യൻ? പ്രിസത്തിനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് എമർജൻസ് കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ് എത്രയാണെന്ന് ചോദിച്ചത്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതിനുള്ള പ്രിസത്തിൻ്റെ കേസ് നോക്ക്. പ്രിസത്തിൻ്റെ കേസ് ഇത് പ്രിസാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടാവും. ഓക്കെ, ഇത് ഇൻസിഡൻറ്റ് റേ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇതിനൊരു നോർമൽ വരച്ചാൽ ഇതാണ് ആരെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇങ്ങോട്ട് പോകും. ഓക്കെ, റിഫ്രാക്റ്റ് അവേ ഫ്രം ദ മീഡിയം. ഓക്കെ, ഞാൻ ഇതിനൊരു നോർമൽ വരച്ചാൽ ഇതാണ് ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് എമർജൻസ്, മറക്കരുതേ. ഓക്കെ, യെസ്, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഏതാ? അത് ഞാനിതിങ്ങനെ നീട്ടി വരച്ചാൽ, ഇയാളിങ്ങനെ നീട്ടി വരച്ചാൽ ആംഗിൾ ഓഫ് എമർജൻസ് ആയിട്ട്, അല്ലെങ്കിൽ എമർജൻറ്റ് റേ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ
ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, ഡി അല്ലെങ്കിൽ ഡെൽറ്റ ഒക്കെയാണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഓക്കെ, മറന്നു പോരുത്. യെസ്, ഇനി ചോദ്യം എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണ്, ആംഗിൾ ഓഫ് എമർജൻസ് 40 ആണ്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയാണെന്ന് ചോദിച്ചത്. ഈക്വിലാറ്ററൽ പ്രിസം തന്നിട്ടുണ്ട്. സോ പ്രിസത്തിന്റെ ആംഗിൾ നമ്മൾ എ ആണ് റെപ്രസെന്റ് ചെയ്യുക, അത് എ ആണ്. ഓക്കെ, ഇവിടെ എ എത്രയാണ്? 60. എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ഐ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ്. എമർജന്റ് ആംഗിൾ എത്രയാ? 40 ഡിഗ്രി ആണ്. ഓക്കെ, ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻ ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ. സോ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐ എത്രയാ? 50. ഇ എത്രയാ? 40 മൈനസ് 60. ഈ 60 എടുത്തത് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാതും 60 ഡിഗ്രി ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടും 50 പ്ലസ് 90 മൈനസ് 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഇനി ഇത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ചോദിച്ചത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. എങ്ങനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ? ഒരു ഗ്രാഫ് ഉണ്ട്, ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്തുതമുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇത് ഇൻസിഡന്റ് റേ ആണെന്നുണ്ടെങ്കിൽ, ഇത് ഇൻസിഡന്റ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എടുത്താൽ ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മളെ പ്രിസത്തിന്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇങ്ങനെ കുറഞ്ഞ് വരും. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇത് ഏറ്റവും ലോ ആവും. ഓക്കെ, ഏറ്റവും ലോ ആവും, പിന്നെ നമ്മൾ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡെൽറ്റ മിനിമം അല്ലെങ്കിൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഓക്കെ, അങ്ങനത്തെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, ഐ ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, സോ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് എമർജൻസ്, ഡീവിയേഷൻ ആംഗിൾ, എന്താണ് പ്രിസത്തിന്റെ ആംഗിൾ, കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടത് എത്രയാ? 30 ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് 30 കിട്ടി. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയാണെന്ന ചോദ്യം. ഓക്കെ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആവണം. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് അല്ല ഇവിടെ. സോ ഇത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്, സംവെയർ ഹിയർ ആണ്, ഏറ്റവും മിനിമം ഡീവിയേഷൻ അല്ല. മിനിമം ഡീവിയേഷൻ എന്തായാലും അതിനേക്കാളും കുറവായിരിക്കും. സോ ഡെൽറ്റ ലെസ് ദാൻ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ ലെസ് ദാൻ 30 ഡിഗ്രി. ക്ലിയർ? മറന്നു പോകരുത്, ഈ ഒരു ഇക്വേഷൻ മറന്നു പോകരുത്. പിന്നെ പിക്ചർ ഇമാജിൻ ചെയ്യണം. പിന്നെയോ ഈ ഗ്രാഫ് മറന്നു പോകരുത്. ഓക്കെ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കിട്ടല് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആകുമ്പോഴാണ്. ഓക്കെ, പിന്നെ നമ്മളെ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഒരു ഫോർമുലയും കൊണ്ട് സൈൻ എ പ്ലസ് ഡെൽറ്റ മിനിമം ഡിവൈഡഡ് ബൈ 2 സൈൻ എ ബൈ 2. ഓക്കെ, ഈ ഫോർമുലയും കൂടി പഠിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് എന്തൊക്കെ വേണ്ടേ? ആംഗിൾ ഓഫ് പ്രിസം വേണം, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ വേണം, പിന്നെന്താ വേണ്ടേ? അത് മതി. പിന്നെ അതിന്റെ സൈൻ ഓഫ് എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഓക്കെ, യെസ്, പ്രിസത്തിന് അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞേ ഡീവിയേഷൻ ആംഗിളാണ് 30. സോ മിനിമം ഡീവിയേഷൻ ഐ ഇസ് ഈക്വൽ ടു ഇ അല്ലാത്തതുകൊണ്ട് മിനിമം എന്തായിരിക്കും 30 കുറവായിരിക്കും. ഓപ്ഷൻ ബി. യെസ്, അടുത്തൊരു പ്രോബ്ലം നമുക്ക് കിട്ടിയിട്ടുണ്ട്, നോക്കാം. ഒരു പ്രോബ്ലം. ഓക്കെ, ഒപ്റ്റിക്സിൽ പ്രോബ്ലം ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്ത ഒരുപാട് നമ്മൾ ഒപ്റ്റിക്സിലെ വരാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സെയിം ക്വസ്റ്റ്യൻ അല്ല വരിക, നമുക്കറിയാം. എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ആ പാറ്റേൺ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് വരുമ്പോൾ പ്ലാൻ ഓഫ് കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 and radius of curvature 30 cm is silvered at the curved surface. Okay, now this lens has been used to form the image of an object. Okay, at what distance from this lens an object be placed in order to have the real image of the size as that of the object? Okay, നമുക്കൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ, പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഫൈൻ. ഓക്കെ, പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് അങ്ങോട്ട് വരാം. പ്രോബ്ലം കുറച്ച് ലെങ്തിയർ ആണെന്ന് തോന്നുന്നു.
നമുക്കൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. n is equal to 1.5 ആണ്. ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ 30 സെന്റിമീറ്റർ. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ r is equal to 30 സെന്റിമീറ്റർ ആണ്. അതായത് ഇങ്ങോട്ട് വരച്ചാൽ 30 സെന്റിമീറ്റർ ആണ്. നെഗറ്റീവ് ആയിരിക്കും, നമുക്കറിയാം റേ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങോട്ട് മെഷർമെന്റ് എടുത്താലേ നെഗറ്റീവ് -30 ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്തേ, കർവ്ഡ് സർഫസിലെ ഇയാളെ സിൽവർ ചെയ്തേ, അതായത് ഇവിടെ പിടിച്ചിട്ട് സിൽവർ ചെയ്തേ. സിൽവർ ചെയ്ത് പറഞ്ഞാൽ നമുക്കറിയാം അയാൾ മിറർ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഞാൻ പിടിച്ചിട്ട് സിൽവർ ചെയ്തേ. സോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിട്ടുള്ള ഒരാളുടെ ശേഷം ഒരു മിററും ഉണ്ട്. 2 റിഫ്രാക്ഷൻ, ഒരു റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, നൗ ദിസ് ലെൻസ് ഹാസ് ബീൻ യൂസ്ഡ് ടു ഫോം ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു ഇമേജ് ഉണ്ടാക്കുകയാണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദിസ് ലെൻസ്, യു ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യു ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം യു ആണെന്നുണ്ടെങ്കിൽ 1/f is equal to 1/v minus 1/u. സോ നമുക്ക് v അറിയണം, f അറിയണം. ഓക്കെ, v അറിയണം, f അറിയണം. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, റിയമൽ ഓഫ് ദ സെയിം സൈസ് എന്നുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്. സെയിം സൈസ് ഓഫ് ദ ഇമേജ്. ഓക്കെ, സോ വിയും യുവും തമ്മിലുള്ള റിലേഷൻ is equal to എന്താണ്, ലെൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ v/u ആണ്. സോ v/u is equal to 1. സോ വിയും യുവും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, യു ആണ് കാണാനുള്ളത്, വിയും യുവും തമ്മിലുള്ള റിലേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി എന്ത് മതി, വിനെ നമുക്ക് യുവിലുള്ള ടേബിൾസിലോട്ട് മാറ്റാം, എഫ് മതി. ഓക്കെ, എഫ് അറിയാൻ നമുക്കൊരു ആളുണ്ട്, നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു പവർ കോമ്പിനേഷനിൽ ഞാൻ പറഞ്ഞു പവർ എന്ത് യൂസ് ചെയ്യാം, പവർ കമ്പൈൻഡ് പവർ ആയിരിക്കും. ഓക്കെ, കമ്പൈൻഡ് പവർ ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ് അത് കാണാം, ഇവിടെ ഒരു ലെൻസ് ഉണ്ട്. സോ 2 റിഫ്രാക്ഷൻ, ഒരു റിഫ്ലക്ഷൻ, 2pl + pm. നേരത്തെ ചെയ്ത അതുപോലത്തെ ഇക്വേഷൻ. ഓക്കെ, സോ 2pl + pm അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. സോ നമുക്ക് എന്ത് മാറ്റാം, 1/f equivalence, p equivalence is equal to 2 divided by f lens plus 1/fm. ഓക്കെ, fm is equal to f എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ r/2 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, fm തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/fl ആണ് വേണ്ടത്, അല്ലെങ്കിൽ fl ആണ് വേണ്ടത്. നമുക്ക് അതിന് ആര് യൂസ് ചെയ്യാം, നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. 1/fl is equal to nl divided by nm minus 1 into 1/r1 minus 1/r2. ഓക്കെ, പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.5 അല്ലെങ്കിൽ 3/2 whatever. മീഡിയം ആരാ, മീഡിയം ഒന്നുമില്ല, അവിടെ എയർ ആണ്. സോ -1. ഇനി റേഡിയസ് 1/r1 എത്രയാടാ, പ്ലെയിൻ മിറർ ആണ്, 1/∞. സോറി, പ്ലെയിൻ ആണ്, ഇൻഫിനിറ്റി മിറർ അല്ല. ഓക്കെ, പിന്നെ 1/r2 അയാൾ റേഡിയസ് നമുക്ക് അതുപോലെ തന്നിട്ടുണ്ട്, 30 ആണ്. ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇങ്ങോട്ടാണ് റേ അങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. സോ -1/30. ഓക്കെ, സോ നമുക്ക് 1/fൽ കിട്ടും. 1/fൽ എത്ര കിട്ടൂടാ, 1.5. സോ 0.5 അല്ലെങ്കിൽ 1/2 ഡിവൈഡഡ് ബൈ 1/∞ 0 വരും, +60, റൈറ്റ്. 1/60 into 1/60, 1/30, 1/60, റൈറ്റ്. 1/60 is equal to 1/fl. അതായത് fl is equal to 60. ഓക്കെ, നെഗറ്റീവ് ഒന്നുമില്ല, നെഗറ്റീവ് ഉണ്ട്, ഇല്ല നെഗറ്റീവ് ഇല്ല. ഓക്കെ, 1.5 - 1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/2 ഇത് പ്ലസ് മൈനസ് നെഗറ്റീവ് ആവും. സോ 1/60 fl is equal to 60. ഓക്കെ, 60 സെന്റിമീറ്റർ. ഇനി എന്തുണ്ട്, നമുക്ക് fl കണ്ട് fm കണ്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ ആയി. ഇക്വലൻസ് ഫോക്കൽ ലെങ്ത് അല്ല ചോദിച്ചത്, അല്ല ഫോക്കൽ ലെങ്ത് അല്ല നമ്മളോട് ചോദിച്ചത്, യു ആണ്. ഓക്കെ, നമുക്ക് എഫ് കിട്ടിയാൽ പിന്നെ ബാക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് 1/f ഇക്വലൻസ് കാണാം, അല്ലെങ്കിൽ 1/f equivalence is equal to 1/f equivalence is equal to 2/fl.
2/60 പ്ലസ് 1/fm 1/15. ഓക്കെ, ചെയ്താൽ ആൻസർ വരും 1/30 പ്ലസ് 1/15, അതായത് 2/30, 3/30 അല്ലെങ്കിൽ 1/10 ആൻസർ വരും. ഓക്കെ, 1/10. സോ F equivalence is equal to 10 സെന്റിമീറ്റർ. ഓക്കെ, നെഗറ്റീവ് ഒന്നുമില്ല. ഓക്കെ, യെസ്, നമുക്ക് F equivalence കിട്ടി. ഇയാളെ F കിട്ടി, U ആണ് അറിയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞേ വിയും യുവും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. നമുക്ക് മിറേഴ്സ് ഫോർമുലയിൽ അല്ലെങ്കിൽ ലെൻസ് ഫോർമുലയിൽ ഇട്ടാൽ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, എന്താടാ M is equal to 1 തന്നിട്ടുണ്ട്, അതായത് V/U, റൈറ്റ്? V/U പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല, മിററിലാണ് പോസിറ്റീവ്. സോ എന്തെഴുതാം? V is equal to U. ഓക്കെ, ഇനി അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലെൻസിന്റെ ഫോർമുല എന്താടാ? 1/f is equal to 1/v minus 1/u. ഓക്കെ, വേറെ കളറിൽ എഴുതാം, പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. One by f is equal to 1/v minus 1/u. 1/v എത്രയാ? 1/u സെയിം ആണ്. ഓക്കെ, 1/v സെയിം ആണ്. യുവിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ 1/u മൈനസ് 1/- u. സോ 1/u. ഓക്കെ, 1/u പ്ലസ് 1/u കിട്ടും. 1/f എത്രയാടാ? 1/f 1/10. 1/10 is equal to 1/10. ഓക്കെ, സോ നമുക്ക് കിട്ടും 1/u plus 2/u is equal to 10. 2/u is equal to 1/10. So u is equal to 20 സെന്റിമീറ്റർ ആൻസർ കിട്ടും. ഓക്കെ, ഒന്നുമില്ല, ഞാൻ കുറേ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, എന്താ സംഭവിച്ചത്? 20 സെന്റിമീറ്റർ ആൻസർ ഈസ് ഓപ്ഷൻ എ, കറക്റ്റാണ് ആൻസർ. ഓക്കെ, ഒന്നുമില്ല, നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഒരു നമുക്ക് എന്തുണ്ട്, ഒരു ലെൻസ് ഉണ്ട്. നേരത്തെ മിറർ ആയിരുന്നു, മിറർ നമ്മൾ വെള്ളത്തിൽ മുക്കിയതായിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചത്? ലെൻസ് ഉണ്ട്, അതിന് ലെൻസിന് നമ്മൾ എന്ത് ചെയ്ത്, ഒന്ന് ഇവിടെ നമ്മളൊരു കോട്ടിങ് കൊടുത്ത് സിൽവർ ചെയ്ത്. സോ അത് മിറർ ആവും എന്ന് നമുക്കറിയാം. ഓക്കെ, നേരത്തെ നമ്മൾ മിററിനെ വെള്ളത്തിൽ മുക്കിയതായിരുന്നു. സോ ആ മിററിൽ ഒരു ലെൻസ് ആഡ് ചെയ്തു, ഇവിടെ ലെൻസിൽ മിറർ ആഡ് ചെയ്തു. എങ്ങനെ വന്നാലും നമുക്ക് ഇയാളെ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇയാളെ യൂസ് ചെയ്യാം. ഇവിടെ 2 റിഫ്രാക്ഷനാണ് നടക്കുന്നത്, ഒരു റിഫ്ലക്ഷനാണ് നടക്കുന്നത്. സോ പവർ ഇസ് ഈക്വൽ ടു പവർ ഇസ് ഈക്വൽ ടു 2p ലെൻസ് പ്ലസ് p മിറർ. ഓക്കെ, നമ്മളോട് ചോദിച്ചത് U ആണ്. ഓക്കെ, U അതായത് എത്ര ഡിസ്റ്റൻസിൽ വെച്ചാലാണ് ഫോക്കസിൽ നമ്മൾ ഇമേജ് കിട്ടാന്ന ചോദ്യം. ഓക്കെ, അല്ല സെയിം M is equal to 1 ഉള്ള രീതിയിൽ നമുക്ക് ഇമേജ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് V is equal to U. സോ 1/f is equal to 1/v minus 1/u ആണ്. സോ വീനെ നമുക്ക് യുവിലുള്ള ഒരു ടേമിലും കിട്ടിയിട്ടുണ്ട്, വീനെ നമുക്ക് യുവിലുള്ള ടേമിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആകെ അറിയേണ്ടത് F ആണ്. F പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, സോ എഫ് മിറർ നമുക്കറിയാൻ തന്നിട്ടുണ്ട്, റേഡിയസ് ഓവർ വെച്ചിട്ട് 30 തന്നിട്ടുണ്ട്. സോ F is equal to C/2 ആണ്, അത് നമ്മൾ കണ്ടത്. 30/2 15 സെന്റിമീറ്റർ നമ്മൾ കണ്ടേ. ലെൻസിന് കാണാൻ നമ്മൾ ആര് യൂസ് ചെയ്തേ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല യൂസ് ചെയ്തേ. 1/f is equal to ഇക്വേഷൻ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1/5 തന്നിട്ടുണ്ട്. മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ആണ്. സോ 1 തന്നെ -1 ഇൻറ്റു 1/∞, കാരണം അത് പ്ലെയിൻ ആണ്. -1/-30 മൈനസ് എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഇങ്ങോട്ടാണ്. ഓക്കെ, ഇങ്ങോട്ടാണ്. ഓക്കെ, യെസ്, ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടു. F equivalence നമ്മൾ കണ്ടേ. ഓക്കെ, F equivalence നേരത്തെ ക്വസ്റ്റനിൽ F equivalence കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ ചോദിച്ചത് U ആണ് ചോദിച്ചത്. സോ 1/f is equal to 1/v minus 1/u എന്ന് എഴുതി. ഓക്കെ, U നമുക്കറിയാം ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണ്. സോ ഇത് -u ആയിരിക്കും. സോ 1/u പ്ലസ് 1/u എന്ന് വരും. മൈനസും പോസിറ്റീവ് ആകും. സോ 1/2/u പ്ലസ് 1/u എത്രയാ? 2/u. ഓക്കെ, ഇതില്ല. 1/u പ്ലസ് 1/u എത്രയാ? 2/u. 2/u is equal to 1/10. 2/u is equal to 1/10. സോ u is equal to 20 സെന്റിമീറ്ററിന് ആൻസർ വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം, ആൻസർ ചെയ്യും. ഓക്കെ, യെസ്, നമ്മൾ മറ്റൊരു ഫോർമാറ്റും കൂടി പഠിച്ചു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം. An object pin is placed at a distance 10 cm from the first focus of a thin convex lens on its principal axis. The lens forms a real and inverted image of this object pin at a distance 40 cm beyond second focus. The focal length of the lens. Easy question, ഒന്നുമില്ല.
ലെൻസിന്റെ ഫോർമുല 1/f is equal to 1/v minus 1/u. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. സോറി, ഇത് പ്ലാനോ കോൺവെക്സ് ആയിപ്പോയി. ഓക്കെ, നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ, സോ എന്താ പറഞ്ഞിട്ടുള്ളത്? യു എവിടെ വെച്ചിട്ടുള്ളത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 10 cm ഫ്രം ദ ഫസ്റ്റ് ഫോക്കസ്. സോ നമുക്കറിയാം 2 ഫോക്കസ് ഉണ്ടാവും. അവിടെ വെച്ചാൽ ഇവിടെ കൂട്ടിമുട്ടും, അതിന് എഫ്. ഇവിടെ വെച്ചാൽ അവിടെ കൂട്ടിമുട്ടും, അതിന് മറ്റൊരു എഫ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടുന്ന് 10 cm ഇങ്ങോട്ട്. ഓക്കെ, 10 cm ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ യു 10. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 10 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് പിന്നറ്റ് ഡിസ്റ്റൻസ് 40 cm ബിയോണ്ട്. ഓക്കെ, ഇവിടെ 40 cm എന്തുണ്ട്? നമുക്കൊരു ഇമേജ് കിട്ടുന്നുണ്ട്. ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇൻവേർട്ടഡ് ഇമേജ് 40 cm നമുക്കൊരു ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്നുണ്ട്. ഇനി എന്താ കാണുള്ളത്? ഫോക്കൽ ലെങ്ത് കാണുള്ളത്. ഈസി അല്ലേ? 1/f is equal to 1/v. v എത്രയാടാ? അങ്ങോട്ടാണ്, സോ പോസിറ്റീവ് ആണ്. f plus 40. ഓക്കെ, പ്ലസ് 1/u. u എത്രയാ? u നെഗറ്റീവ് ആണ്, റൈറ്റ്? ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ മെഷർമെന്റ് എടുക്കുന്നത്. റേ പോകുന്ന അങ്ങോട്ടാണ്. സോ ആ നെഗറ്റീവും പോസിറ്റീവ് ആവും. സോ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എന്ന് എഴുതാം. പ്ലസ് 1/u എത്രയാ? u is equal to f plus 10. f plus 10. ഓക്കെ, ഇവിടെ പ്ലസ് എടുക്കുന്നത് മറക്കരുത്. ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്, സോ u നെഗറ്റീവ് ആയിരിക്കും. എന്ത് ചെയ്യും? ആ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ f plus 10. ഓക്കെ, ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. f plus 10 into f plus 30. ഓക്കെ, മാത്സ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കാം. f plus 40 ഡിവൈഡഡ് ബൈ പ്ലസ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ f plus 40 into f plus 10. ഓക്കെ, 2f plus 50 divided by f square plus f square plus 10f plus 40f plus 400. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിട്ടും f square plus 50f plus 400 is equal to ഇവിടെ 1/f, right? 1/f is 2f square plus 50f. ഓക്കെ, സോ ഇവിടെ f സ്ക്വയറും ഒരു f സ്ക്വയറും ഇവിടെ വെട്ടിപ്പോവും. 50fഉം 50fഉം വെട്ടിപ്പോവും. സോ f സ്ക്വയർ is equal to 400 ആൻസർ വരും. f is equal to 20 സെന്റിമീറ്ററോ മീറ്ററോ എന്താന്ന് വെച്ചാൽ 20 സെന്റിമീറ്റർ. ഓക്കെ, സെന്റിമീറ്റർ ആൻസർ വരും. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നുമില്ല, 2 ഫോക്കസ് ഉണ്ടാവും. നമുക്കറിയാം ഒബ്ജക്റ്റ് ഇപ്പുറത്ത് വെച്ച് 10 സെന്റിമീറ്ററിന്റെ ഫോക്കസിന്റെ 10 സെന്റിമീറ്റർ ഇപ്പുറത്ത് വെച്ച് ഇമേജ് കിട്ടിയത് ആ ഫോക്കസിന്റെ രണ്ടാമത്തെ ഫോക്കസിന്റെ 40 സെന്റിമീറ്റർ അപ്പുറത്ത്. നമ്മൾ അതിനനുസരിച്ച് 1/f is equal to 1/v minus 1/u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഓക്കെ, f plus 10 ആണ്. ഇവിടെ നെഗറ്റീവ് എന്ത് ചെയ്ത്? ഇത് ഇങ്ങോട്ടായതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവായി പോയി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 1/f plus 10 പ്ലസ് ഇവിടെ ചെയ്തത്. ഓക്കെ, ബാക്കി ഇത് പിന്നെ പോസിറ്റീവ് തന്നെ, അത് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് റേയും അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് അങ്ങോട്ട് തന്നെ. 1/f plus 14 റീഅറേഞ്ച് ചെയ്തോ എക്സ്പാൻഡ് ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളേതായ മെത്തേഡ് എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ ചെയ്യാം. ആൻസർ കണ്ട് f is equal to 20 സെന്റിമീറ്റർ. ഓക്കെ, ആൻസർ ആയി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം. ഈസി ക്വസ്റ്റ്യൻ. എ ലൈറ്റ് റേ is incident perpendicular to the on-off face of 90-degree prism and is total internally reflected at an angle glass air interface. ഓക്കെ, ഇത് 45 ഡിഗ്രി ആണ്. നമുക്ക് ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര ആയിരിക്കുന്ന ചോദ്യം. ഓക്കെ, ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം sin I will be greater than sin IC അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ. കാരണം ക്രിട്ടിക്കൽ ആംഗിളിൽ ആണ് 90 ഡിഗ്രി പതിക്കുക. സോ ക്രിട്ടിക്കൽ ആംഗിളിൽ കൂട്ടിയാൽ എന്ത് ചെയ്യും? ആണെന്നുണ്ടെങ്കിലാണ് ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ നടക്കുക. സോ sin I ഇവിടെ തന്നിട്ടുണ്ട് 45 ആണ്. sin 45 is equal to 1/√2 greater than sin IC. ഓക്കെ,
ഇതാണ് നമ്മുടെ ഉത്തരം. പക്ഷേ സൈൻ ഐ സി ഇവിടെ ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേമിലാണ്. n = 1/sin നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വട്ടെവർ ഇങ്ങനെയാണ്. നിങ്ങൾ രണ്ട് മീഡിയം വെച്ചോ. ഇത് n2 ആണ്, ഇത് n1 ആണ്. ഇങ്ങോട്ട് വന്നാൽ ഇത് θ1 ആണ്, ഇത് θ2 ആണ്. ഓക്കെ, റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? n1 sin θ1 = n2 sin θ2 എന്ന് എഴുതാം. ഓക്കെ, sin θ2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഗ്ലാസ് എയറിലോട്ട് പോകുന്ന, സോ n2 = 1 ആണ്. ഓക്കെ, ഗ്ലാസ് എയറിലോട്ട് പോകണേ. ഓക്കെ, n1 നമുക്ക് വേണ്ട ആൾ n എന്ന് എഴുതാം. ഓക്കെ, sin θ1 sin i ആണ്. ഓക്കെ, sin i ആണ്, sin i. ഓക്കെ, sin i അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് പോകുന്നതെന്ന് വെച്ചോ. ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? sin i c ആണെന്നുണ്ടെങ്കിൽ sin θ2 എന്താവും? ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ആവും. ഓക്കെ, sin 90 1. ഓക്കെ, സോ n = 1/sin i c. ഓക്കെ, നിങ്ങൾ ഈ ഫോർമുല കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്നും ഞാൻ കാണിച്ചത്. ഓക്കെ, സോ sin i c = 1/n അല്ലെങ്കിൽ n = 1/sin i c. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ sin i c = 1/n. സോ 1/√2 greater than 1/n, which is n greater than √2. Yes, n greater than √2. ഓപ്ഷൻ ബി. യെസ്, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നമുക്ക് നോക്കാം. അതേ മെത്തേഡാണോ? ഏ പേഴ്സൺ വിത്ത് ഷോർട്ട് സൈറ്റഡ്നെസ്. നമ്മൾ ഏകദേശം ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. കനോട്ട് സീ ഒബ്ജക്ട്സ് ക്ലിയർലി. ഷോർട്ട് സൈറ്റഡ്നെസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് റെറ്റിനേൻ്റെ മുൻപിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ കോൺകേവ് മിറർ യൂസ് ചെയ്യും. സോ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും, പവർ നെഗറ്റീവ് ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. കനോട്ട് സീ ഒബ്ജക്ട്സ് ക്ലിയർലി ബിയോണ്ട് 2.5 മീറ്റർ. അതായത് 2.5 മീറ്റർ ആണ് അയാളെ മാക്സിമം. ഓക്കെ, ദ പവർ ഓഫ് ലെൻസ് റിക്വയർഡ് ടു കറക്റ്റ് ഹിസ് വിഷൻ. ഏതാ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ഇതാണ് യൂസ് ചെയ്യുക. 1/f = 1/v - 1/u. ലെൻസ് ആണ്, മൈനസ് ആണ്. ഓക്കെ, 1/f നമ്മളോട് ചോദിച്ചത് പവർ ഓഫ് ലെൻസ് ആണ്. 1/f ആണ് കാണുന്നത്. സോ വി യു കണ്ടാൽ പരിപാടി കഴിഞ്ഞ്. എത്ര ആയിരിക്കും വി? ഞാൻ നേരത്തെ പറഞ്ഞു പവർ അല്ലെങ്കിൽ ലെൻസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ടാകുന്ന ഒരാളെ ലെൻസ് വെച്ചാൽ അയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ പിടിച്ചിട്ട് അയാൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ എന്താണ് ഡിസ്റ്റൻസിലോട്ട് ആക്കുക. സോ ദൂരെയുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ്. സോ u = ഇൻഫിനിറ്റി. പിടിച്ചിട്ട് അയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാക്കുന്നേ. v = 2.5 മീറ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, യെസ്. സോ പക്ഷെ v എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ്, v നെഗറ്റീവ് ആയിരിക്കും. റേ പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കോൺകേവ് ലെൻസ് അല്ലേ. സോ 1/v -2.5 -1/∞. ആൻസർ വരും 1/2.5 വരും. ആൻസർ എത്ര വരാം? 0.4d. റൈറ്റ്, 0.4 -0.4d -0.4d. Yes, -0.4 ഡയോപ്റ്റർ. ഓക്കെ, ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, യെസ്, തെറ്റിപ്പോരുത്. കോൺകേവ് ലെൻസ് ആണ്, നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ ഇയാൾ രണ്ടാളെയും ഒമിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ ലോജിക്കാണ്. ഓക്കെ, കോൺകേവ് ലെൻസ് ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ടാക്കുന്ന ആളെന്ത് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിലുള്ള ആളെ പിടിച്ചിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലോട്ട് ആക്കുകയാണേ. ഓക്കെ, ആ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ലെൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് f produces an image of size equal to 1/n times of the size of the object. ഓക്കെ, നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. 1/n ആ തന്നിട്ടുള്ളത്. ഇതാരാ? മിറർ ആണോ ലെൻസ് ആണോ? മിറർ. ഓക്കെ, മിറർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം -v/u ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ലെൻസ് ആണെന്നുണ്ടെങ്കിൽ v/u ആണ്, മിറർ ആണെന്നുണ്ടെങ്കിൽ -v/u ആണ്. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എന്താ? f തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, u ആണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 1/f = 1/v + 1/u. മറക്കരുത്, മിറർ ആണ്, തെറ്റിപ്പോരുത്. പ്ലസ് ആണ് മിറർ, ഇവിടെ പ്ലസ് ആവും, അവിടെ മൈനസ് ആവും. ഓക്കെ, ലെൻസ് ആണെങ്കിൽ നേരെ തിരിച്ച്. ഓക്കെ, 1/f തന്നിട്ടുണ്ട്. 1/f തന്നെ മാറിയിട്ടില്ല. 1/v. ഓക്കെ, നമുക്ക് u ആണ് വേണ്ടത്. റൈറ്റ്, u ആണ് ചോദിച്ചത്. ദെൻ ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് u ആണ് ചോദിച്ചത്. സോ നമുക്ക് u ആവശ്യമുണ്ട്. v-നെ u-ന്റെ ടേമിലോട്ട് ആക്കണം. ഓക്കെ, സോ u/n -u/n ആവും, -n/u ആകും. എങ്ങനെയാടാ?
u is equal to v is equal to minus u by n. Okay, v is equal to minus u by n, so 1 by v is equal to minus n by u plus 1 by u. Okay, ഞാൻ എന്ത് ചെയ്തേ 1 by നമുക്ക് 1 by u വേണ്ട, സോ 1 by u ഞാൻ കോമൺ ആക്കി എടുത്തേ. ഓക്കെ, 1 by u നെ കോമൺ ആക്കി എടുത്താൽ എന്തുണ്ടാവും? 1 minus n. Okay, so u is equal to f into 1 minus n. Okay, f into 1 minus n. Okay, ഇതാണ് ആൻസർ. പിന്നെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്താണ്, കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, കോൺവെക്സ് മിറർ ആയതുകൊണ്ട് തന്നെ യു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, യു നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ യു നെഗറ്റീവ് ആയിരിക്കും, കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ യു നെഗറ്റീവ്. ഓക്കെ, കാരണം എന്താ, ഇങ്ങോട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്, റേ പോകുന്നത് അങ്ങോട്ടാണ്. സോ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്, നമുക്കത് എന്ത് ചെയ്യാം, ഇതിനെ നെഗറ്റീവ് എടുക്കാം. സോ എന്ത് വരും, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്, റൈറ്റ്? നമുക്ക് ആ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മതി. സോ എഫ് ഇൻറ്റു എൻ മൈനസ് 1. ഓക്കെ, ഇയാൾ പിടിച്ച് തിരിച്ചിട്ടാൽ മതി, നെഗറ്റീവ്, ഇതിന് നേരെ നെഗറ്റീവ്, എഫ് ഇൻറ്റു എൻ മൈനസ് 1. ഓപ്ഷൻ ഡി. യെസ്, ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ആൻസർ നിങ്ങൾ അവിടെ കാണൂല. ഓക്കെ, സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ നെഗറ്റീവ് എടുത്തത്. ഇത് മറക്കരുത്, മിററിലാണെന്നുണ്ടെങ്കിൽ മൈനസ് വി ബൈ യു ആണ്, 1 by f is equal to 1 by v plus 1 by u ആണ്. ഓക്കെ, മാർക്കൂല എന്നറിയാം, എന്നാലും എന്ത് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആവരുത്, പോരുത്, തെറ്റിപ്പോരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. എ കോൺവെക്സ് ലെൻസ് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് കോൺകേവ് ലെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞേ കോൺടാക്റ്റ് ഉള്ള, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഒരു എന്ത് ചെയ്ത്, ഒരു ലെൻസിനെ സിൽവർ ചെയ്ത്, സോ 2 റിഫ്രാക്ഷൻ, ഒരു റിഫ്ലക്ഷൻ വന്നേ, പിന്നെ ഒരു മിററിൽ വെള്ളം ഒഴിച്ച്, സോ നേരത്തെ അവിടെയും 2 റിഫ്രാക്ഷൻ പ്ലസ് ഒരു റിഫ്ലക്ഷൻ വന്നേ. ഓക്കെ, അതുപോലത്തെ ഒരു കേസാണിത്. അവിടെയൊക്കെ ഞാൻ പവറെ, ഇക്വലന്റ് പവർ എങ്ങനെ കാണുന്നത് കണ്ട്, അതുപോലെ നമുക്ക് ഇവിടെയും കാണാം. കോൺവെക്സ് ലെൻസ് ഈസ് കോൺടാക്ട് വിത്ത് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. സോ എന്ത് എഴുതാം, പി ഇക്വലൻസ് ഇസ് ഈക്വൽ ടു പി കോൺവെക്സ് അല്ലെങ്കിൽ P1. ഞാൻ കോൺവെക്സിനെ P1 എന്ന് വിളിച്ചേ, P2 കോൺകേവിനെ P2 എന്ന് വിളിച്ചേ, P1 പ്ലസ് P2 എന്ന് എഴുതാം. ഓക്കെ, സോ ഫോക്കൽ ലെങ്തിന്റെ റേഷ്യോ 2/3 തന്നിട്ടുണ്ട്, ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് 30 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫോക്കൽ ലെങ്ത് F1 F2 എത്രയാണെന്ന് ചോദിച്ചത്. സോ നമുക്ക് ഇതിനെ മറ്റേ ഡെംസിലോട്ട് മാറ്റാം, ഫോക്കൽ ലെങ്തിന്റെ ഡെംസിലോട്ട് മാറ്റാം. 1 by f equals equal to 1 by f1 plus 1 by f2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റേഷ്യോ ഓഫ് ദെയർ ഫോക്കൽ ലെങ്ത്. ഓക്കെ, റേഷ്യോ ഓഫ് ദെയർ ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഇതിൽ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെന്താണ്, നെഗറ്റീവ് ആയിരിക്കും, കാരണം കോൺവെക്സിന്റെ പോസിറ്റീവും കോൺകേവിന്റെ നെഗറ്റീവും ആണ്. സോ ഇത് നെഗറ്റീവ് ആണ്, അവിടെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ട് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. -2/3 is equal to f1 by f2 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരാളെ മാറ്റാം, f1 മാറ്റാം, f1 is equal to -2/3 f2. ഓക്കെ, f1 is equal to -2/3 f2. ഇനി f ഇക്വലൻസ് തന്നിട്ടുണ്ട്, ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ഓഫ് 30 സെന്റിമീറ്റർ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/30 is equal to 1 by f1 is equal to 3/2 -3/2 f2 വരും, അടിയിൽ f2 വരും, പ്ലസ് 1 by f2. ഓക്കെ, ഓക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ വരും -3f2 plus 2f2 minus f2 divided by 2f2 square. Okay, so 1 by 2f2 square, whatever. Okay, so minus 1 by 2f2 എന്ന് ആൻസർ വരും. ഓക്കെ, is equal to 1 by 30. So f2 എത്ര വരും, f2 is equal to -15 സെന്റിമീറ്റർ ആൻസർ വരും. -15 എന്തുകൊണ്ടായിരുന്നു, കോൺകേവ് ലെൻസ് ആണ്, നമ്മൾ f2 കോൺകേവ് ആക്കി എടുത്തത്, f1 കോൺവെക്സ് ആക്കി എടുത്തത്. ഇനി f1 കാണാൻ എളുപ്പമല്ലേ, f1 is equal to -2/3 into f2 എത്രയാ, -15. അത് പോസിറ്റീവ് വരും, ഓഫ് കോഴ്സ് അത് പോസിറ്റീവ് വരും, കാരണം എന്താ, കോൺവെക്സ് ലെൻസ് ആണ്. സോ 5 into -2, -5 into -2 plus 10 സെന്റിമീറ്റർ. യെസ്, 15ഉം 10ഉം, ബെസ് 15ഉം 10ഉം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞേ ഇങ്ങനെ കോൺടാക്റ്റിലുള്ള ലെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കേസസ് പോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മിറർ ചെയ്യുന്ന കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇക്വലന്റ് പവറിന്റെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഇക്വലന്റ് പവർ ഇസ് ഈക്വൽ ടു P1 plus P2. ഇവിടെ എന്തുണ്ടാവുന്നില്ല, ഇവിടെ 2 റിഫ്രാക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. സോ 2 എന്ന് വരുന്ന കേസസ് ഒന്നും ഇല്ല. ഓക്കെ, നേരത്തെ നമ്മൾ 2 റിഫ്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് 2P1 plus P2 എന്ന് എടുത്തത്, അല്ലെങ്കിൽ 2PL plus PM എന്ന് എടുത്തത്. ഓക്കെ, ഇവിടെ P1 plus P2 എന്ന് വരാം. 1 by f equivalence is equal to 1 by f1 plus 1 by f2. ഓക്കെ, f equivalence നമുക്ക് തന്നെ 30, 1 by 30. ബാക്കി എമ്മിന്റെ സൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ് ആയിരിക്കും, കാരണം കോൺവെക്സും കോൺകേവിൻ്റെയും റേഷ്യോ ആണ്.
അവിടെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, തെറ്റിപ്പോയത്. -2/3 = F1/F2 എന്ന് എഴുതാം. അവിടെ ഞാൻ F1 ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്ത് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സോ നമുക്ക് F2 ഞാനിവിടെ കണ്ടുപിടിച്ച് F2 -15 കണ്ടുപിടിച്ച് ശേഷം F2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറായി. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ, കാര്യമായിട്ടൊന്നുമില്ല. യെസ്, എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനോട്ട് പോയി നോക്കാം. A ray of light traveling in water incident on its surface open to air. Okay, refraction ആണ്. Okay, the angle of incidence is theta which is less than the critical angle, then there will be. Okay, റിഫ്രാക്ഷനും കുറച്ച് റിഫ്ലക്ഷൻ ഉണ്ടാവും, പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കും നമുക്കറിയാം. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റിൻ്റെ എന്ത് ചെയ്യുക, നേരെ എഴുതരുത്. ഓൺലി റിഫ്രാക്ഷൻ അല്ല, ഒരു റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവും, ഒരു റിഫ്രാക്റ്റഡ് റേയും ഉണ്ടാവും. ഓക്കെ, അവർ തമ്മിലുള്ള, സോ ഈ രണ്ട് ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. ഇനി ഇവർ തമ്മിലുള്ള ആംഗിളിൻ്റെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ എവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്? വാട്ടറിന് എയറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, വാട്ടറിന് എയറിലോട്ടാണ് പോകുന്നത്. ഇത് വാട്ടർ, ഇത് എയർ. ഓക്കെ, നമുക്കറിയാം എയർ ഒപ്റ്റിക്കലി റെയർ ആണ്, സോ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ മീഡിയം. ഓക്കെ, ബെൻഡ് അവേ ഫ്രം ദ മീഡിയം. ഞാൻ പറഞ്ഞ് കുറച്ച് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും, പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കും. അതിന് നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ നമുക്ക് എന്ത് എഴുതാം, ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇതും തീറ്റയാണ്. ഓക്കെ, കാരണം ലോ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഇയാളും തമ്മിലുള്ള ആംഗിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് 180 - 2θ കൂടുതലാണോ 180 - 2θ കുറവാണോ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കിത് എന്ത് എഴുതാം, അതിന് ഇയാൾ പിടിക്കാം. ഞാൻ ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ച്, ഓക്കെ, ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇത് ടോട്ടൽ 180 ആണ്. ഓക്കെ, ഇത് ടോട്ടൽ 180 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒന്നുമില്ല, ഇത് ടോട്ടൽ 180 ആണെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 180 - 2θ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇയാളും തമ്മിലുള്ള ആംഗിളാണ്. അത് ഓഫ് കോഴ്സ് 180 - 2θ കുറവായിരിക്കും, ഒരിക്കലും കൂടാൻ പറ്റില്ല. ഓക്കെ, ഓപ്ഷൻ എ റിഫ്ലക്റ്റഡ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം വുഡ് ബി ലെസ് ദാൻ 180 - 2θ, ഗ്രേറ്റർ ദാൻ 180 - 2θ അല്ല. ഓക്കെ, ഓപ്ഷൻ നമുക്ക് കിട്ടി, കറക്റ്റ് ആണ്. ഓക്കെ, ഒന്നുമില്ല, ഒരു ലൈറ്റ് റേ വാട്ടറിന് എയറിലോട്ട് പോവാണേ, പാർഷ്യൽ റിഫ്ലക്ഷൻ നടന്ന് ബാക്കി റിഫ്രാക്ട് ചെയ്യും. സോ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിൻ്റെ കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഇൻസിഡൻറ്റ് റേ നീട്ടി വരച്ചാൽ നമുക്ക് കിട്ടും ഇത് തീറ്റയാണ്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 - 2θ ആണ്. സോ നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് 180 - 2θ കുറവായിരിക്കും. അത് എത്രയും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. ഇനി അസേഷൻ റീസൺ ആണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ട്രാവൽ വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ വാക്വം. തെറ്റാണ്. റൈറ്റ്, ലൈറ്റ് ട്രാവൽസ് വിത്ത് സിംഗിൾ വെലോസിറ്റി 3 × 10⁸ m/s. ഇലക്ട്രോമാറ്റിക് വേവ് ആണത്. ഓക്കെ, ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. തെറ്റാണ്, അതും തെറ്റാണ്. അസേഷൻ ഈസ് false, reason is false. Both assertion and reason are false statements. Okay, frequency ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ബെൻഡ് സംഭവിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിയാൽ ഒരു ബെൻഡൊക്കെ സംഭവിക്കും. അതിൻ്റെ വേവ് ലെങ്ത്തും വെലോസിറ്റിയാണ് വ്യത്യാസം വരുന്നത്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും വെലോസിറ്റിയാണ് വ്യത്യാസം വരുന്നത്, ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എൻ്റെ അസേഷൻ എന്തായിരുന്നാ, ഡിഫറെൻറ്റ് കളേഴ്സ് ട്രാവൽ ചെയ്ത് നമുക്കറിയാം. റൈറ്റ്, എല്ലാ കളേഴ്സും ഒറ്റ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്, ഇലക്ട്രോമാറ്റിക് വേവ് ആണ്. അടുത്ത അസേഷൻ നോക്കണം, എ സ്ഫെറിക്കൽ അവേർഷൻ ഈസ് ഡിഫക്റ്റ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഇൻ വിച്ച്, മിററിന്റെ സ്ഫെറിക്കൽ അവേർഷൻ ആണ് ചോദിച്ചത്, ഇൻ വിച്ച് ഓൾ ദ പാരലൽ റേസ് ഫോക്കസ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഡിഫക്ട് സ്ഫെറിക്കൽ മിറർ ഇൻ വിച്ച് നോട്ട് ഓൾ ദ പാരലൽ റേസ് ഫോക്കസ് ഓൺ എ സിംഗിൾ മിറർ. കറക്റ്റ് ആണ്. സ്ഫെറിക്കൽ അവേർഷൻ എന്ന് പറഞ്ഞ ഡിഫക്റ്റ് അതാണ്. ഓക്കെ, ഇപ്പോൾ ലെൻസിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ ലെൻസിൻ്റെ രണ്ട് എഡ്ജിൽ വരുന്ന റേസ് കറക്റ്റായിട്ട് ഫോക്കസിലോട്ട് എന്താണ് കൺവേർജ് ആവില്ല, അല്ലെങ്കിൽ കൺവേർജ് ആവാതെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലർഡ് ഇമേജ് കാണും. ഓക്കെ, നമുക്ക് പല റേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും, ഫോക്കസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കാണും. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ലെൻസിൻ്റെ അബേർഷൻ എന്ന് പറയുക, സ്ഫെറിക്കൽ അബേർഷൻ അല്ലെങ്കിൽ ലെൻസിൻ്റെ സ്ഫെറിക്കൽ അബേർഷൻ എന്ന് പറയാം. ഇവിടെ മിററിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, പാരലൽ റേസ് എല്ലാവരും കൂടി ഫോക്കസിലോട്ട് വരൂല എന്ന് പറയാം. ഓക്കെ, ചില ആൾക്കാർ ഫോക്കസിലോട്ട് വരൂല, അതായത് കൺവേർജ് ചെയ്യുമ്പോഴോ ഡൈവേർജ് ചെയ്യുമ്പോഴോ ഫോക്കസിനെ കുറച്ച് എന്ത് ചെയ്യും, മാറിയിട്ടാണ് എല്ലാവരും ഫോക്കസിൽ കൺവേർജ് ചെയ്യുക. സ്ഫെറിക്കൽ അബേർഷൻ. ഓക്കെ, കറക്റ്റ് ആണ്. അസേഷൻ കറക്റ്റ് ആണ്. ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആർ നോട്ട് വാലിഡ് ഫോർ ഓൾ റേസ്. തെറ്റാണ്. റീസൺ തെറ്റാണ്. എ ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ബട്ട് ആർ ഇസ് ഫോൾസ്. ഓപ്ഷൻ സി. ഓക്കെ,
ലോ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലാണ് എല്ലായിടത്തും. നിങ്ങൾ പ്ലെയിൻ മിറർ ആയിക്കോട്ടെ, ഏത് മിറർ ആയിക്കോട്ടെ, സ്ഫെറിക്കൽ മിറർ ആയിക്കോട്ടെ, ഈവൻ ഇറഗുലർ സർഫസ് ആയിക്കോട്ടെ, എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വേറൊരു ലോ ഓഫ് റിഫ്ലക്ഷനും കൂടി ഉണ്ട്. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എല്ലാം കൂടി ഒറ്റ പ്ലെയിനിലായിരിക്കും. സോ ഈ രണ്ട് ലോ എല്ലായിടത്തും എന്താണ് അപ്ലിക്കബിൾ ആണ്. അത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ റീസൺ തെറ്റാണ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസെഷൻ റീസൺ. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ് ഫോർ എ റിയൽ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് വിർച്വൽ. കോൺകേവ് ലെൻസിന് നമുക്കറിയാം, കോൺകേവ് ലെൻസ് എപ്പോഴും വിർച്വൽ ഇമേജസ് ഉണ്ടാക്കുക, റൈറ്റ്? കോൺകേവ് ലെൻസ് വിർച്വൽ ഇമേജസ് ഉണ്ടാവും, കോൺവെക്സ് മിററെ വിർച്വൽ ഇമേജസ് ഉണ്ടാക്കും. ഓക്കെ, ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഒക്കെ നമുക്കറിയുന്നതാണ്. ഓക്കെ, ഇസ് ഇമേജ് ഫോംഡ് ബൈ എ ലെൻസ് ഫോർ എ റിയൽ ഒബ്ജക്റ്റ് ഈസ് വിർച്വൽ ഇഫ് ഇറ്റ് ഈസ് ഫോംഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലെൻസ്. കറക്റ്റ് ആണ്, റൈറ്റ്? അസെഷൻ റീസൺ കറക്റ്റ് ആണ്. ഇയാൾ പറയുന്നത് കോൺകേവ് ലെൻസിന്റെ കേസാണ്. സോ റീസൺ ഈസ് കറക്റ്റ്. ബോത്ത് അസെഷൻ റീസൺ ആണ്, സോറി, കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ. ഓക്കെ, ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, സോ നമ്മൾ ലൈറ്റ് തൽക്കാലം ഇവിടെ നിർത്തുകയാണേ. നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത്, സോ നമ്മൾ NSCJS ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ 1-2 ടൈപ്പും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ കൂടുതൽ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൻ്റെ താഴെ ചോദിക്കാം. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, പിന്നെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. NSCJS IOQM RMOക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവരും NSCJS നന്നായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ്.